ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭൂതേർമഹദ്ഭിർയയിമാ പുരോ വിഭും നിർമ്മായ ശേധേയതമോഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകം സോലം ഗൃഷീഷ്ട ഭഗവാൻ വചാംസി മീം. സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലെ 11-ാമത്തെ അധ്യായമാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത്. ശബ്ദത്തിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അത് ബാധിക്കില്ല എന്ന് കരുതിക്കൊണ്ട് ആരംഭിക്കാം. ഇടയ്ക്ക് ചെറിയ കുരയും ചീറ്റലൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പം ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൻ്റെ ലക്ഷണം മുക്തി എന്നുള്ളതാണ്. എന്താണ് മുക്തി? മുക്തിയുടെ സ്വരൂപം എന്താണ്? ഇത് പ്രാഥമികമായി അറിയേണ്ടതുണ്ട്. ഇന്ന് ഒരു സാധാരണക്കാരൻ്റെ ദൃഷ്ടിയിൽ മുക്തി എന്ന് വെച്ചാൽ മോക്ഷം എന്ന് വെച്ചാൽ മരണം തന്നെയാണ്. മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരനുഭവത്തെയാണ് മോക്ഷം, മുക്തി എന്നൊക്കെ സാധാരണക്കാരൻ മനസ്സിലാക്കുന്നത്. ഇവിടെ വെച്ച് ധാരാളം നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ ധാരാളം സുഖസൗകര്യങ്ങളുള്ള ഒരു ലോകത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. അവിടെയുള്ള സുഖമായിട്ടുള്ള അവസ്ഥ മോക്ഷം. ഇനി കുറച്ച് ആധ്യാത്മിക ചിന്തയിലൊക്കെ വന്ന ആൾക്കാർ കുറച്ച് ഭാഗവതമൊക്കെ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവർ മുക്തിയെ വേറെ രീതിയിലും മനസ്സിലാക്കാറുണ്ട്, അല്ലെങ്കിൽ ധരിച്ചു വയ്ക്കാറുണ്ട്. മുക്തി എന്ന് പറയുന്നത് തങ്ങളുടെ ഇഷ്ടദേവന്റെ ലോകത്തിൽ എത്തി ആ ഇഷ്ടദേവനെ സേവിച്ചുകൊണ്ടുള്ള അവസ്ഥയാണെന്ന്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ഭക്തന്മാർ വിഷ്ണു ലോകത്തിൽ വൈകുണ്ഠത്തിൽ എത്തിച്ചേരലാണ് മുക്തി എന്ന് കരുതുന്നു. ദേവീ ഭക്തന്മാരാണെങ്കിൽ ദേവിയുടെ മണിദ്വീപിൽ എത്തിച്ചേരലാണ് മുക്തി എന്ന് കരുതുന്നു. കൈലാസത്തിൽ എത്തിച്ചേരലാണ് മുക്തി എന്ന് ശൈവര് കരുതുന്നു. ഇങ്ങനെയൊക്കെ മുക്തിയെപ്പറ്റി ധാരണകൾ പലതാണ്. മോക്ഷത്തെപ്പറ്റി ഇതിൻ്റെയൊക്കെ ഒരു ഏകമായ സ്വഭാവം, മോക്ഷം, മുക്തി എന്ന് വെച്ചാൽ മരണാനന്തരം ഉള്ള ഒരനുഭവം ആണ് എന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു പൊതുവായ അഭിപ്രായം. ഇവിടെ ആദ്യമേ പറയട്ടെ, മോക്ഷം, മുക്തി എന്നുള്ളത് മരണം കഴിഞ്ഞ് കിട്ടുന്ന ഒരവസ്ഥയല്ല, മരണാനന്തര അനുഭവമല്ല, വേറെയൊരു ലോകത്തിലേക്കുള്ള പോക്കല്ല. ആത്യന്തികമായി മുക്തി സാധ്യം അല്ല, സിദ്ധം ആണ്. നേടേണ്ടതല്ല, കിട്ടേണ്ടതല്ല, കിട്ടിയതാണ്, നേടിയതാണ്. ഇനി കിട്ടിയതാണ്, നേടിയതാണ് എന്നുകൂടി പറയാൻ വയ്യ. കിട്ടിയതാണ് എന്ന് പറയുമ്പോൾ ഒരു നഷ്ടത്തിന് ശേഷം പിന്നീട് സിദ്ധിച്ചത് എന്നർത്ഥം വരും. ഇത് സിദ്ധിച്ചതേ അല്ല. മുക്തി, മോക്ഷം നമ്മുടെ സ്വരൂപമാണ്. ആ സ്വരൂപത്തിൽ ഉള്ള നിലനിൽപ്പാണ്. ഇന്ന് അജ്ഞാനം നിമിത്തം ഞാൻ എന്ന ബോധചൈതന്യം എൻ്റെ ഉപാധിയായ ശരീരമാണ് എന്ന് ധരിക്കുന്നു. ഈ ശരീരസംഘാതത്തിലേക്ക് അജ്ഞാനം നിമിത്തം തന്നെ തളച്ചിടുമ്പോൾ ഈ ശരീരവും ശരീരത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മെ ബാധിക്കുന്നു, ബന്ധിക്കുന്നു. ആ വേളയിൽ ആ ജീവൻ, അവിടെ ജീവൻ എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ടാവുന്നു. ആ ജീവൻ ബദ്ധനുമാവുന്നു.
ഇത് അജ്ഞാനം നിമിത്തമാണ്. ജീവൻ തന്നെ സങ്കല്പിക്കുകയാണ്, ഞാൻ ശരീരമാണ്, ഇതൊക്കെ എൻ്റെതാണ്, ഇതിൽ നിന്നൊക്കെ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടാവുന്നു, ഈ ശരീരത്തിലേക്ക് വന്നു ചേരുന്ന അനുഭവങ്ങളൊക്കെ എന്നെ ബാധിക്കുന്നു. ഇങ്ങനെ തീവ്രമായി സങ്കല്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് പുറമേയുള്ള വിഷയങ്ങൾ നമ്മെ ബാധിക്കുന്നത്. ആത്യന്തിക തലത്തിൽ ബാധിക്കുന്നില്ല. നമ്മുടെ ശ്രദ്ധ ശരീരത്തിലും പ്രപഞ്ചത്തിലും മാത്രം നിലകൊള്ളുമ്പോൾ ശരീരം പ്രപഞ്ചം നമ്മെ ബാധിക്കും. എപ്പോൾ സത്യവിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേകത്തെ ആർജിക്കുമ്പോൾ ഈ ശ്രദ്ധ പുറമെയുള്ള വിഷയങ്ങളിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് വേറിടുകയും ആത്മനിഷ്ഠമാവുകയും ചെയ്യുന്നുവോ, അവിടെ ഒന്നിനാലും ബാധിക്കപ്പെടാത്ത അഖണ്ഡമായ സച്ചിദാനന്ദമായ ആത്മസ്വരൂപമാണ് ഞാൻ എന്ന അനുഭവം ഉണ്ടാവും. ഈ സത്യസാക്ഷാത്കാരത്തിനാണ്, ഈ ആത്മസാക്ഷാത്കാരത്തിനാണ് മുക്തി, മോക്ഷം എന്ന് പറയുന്നത്. ഇത് കിട്ടേണ്ടതല്ല, നേടേണ്ടതല്ല, സിദ്ധമാണ്, സ്വയം അനുഭവമാണ്. എന്നിരുന്നാലും അജ്ഞാനത്തിൻ്റെ തലത്തിൽ ഈ മോക്ഷത്തെ കിട്ടേണ്ടതായി, നേടേണ്ടതായി പറയാം, തീർത്തും തെറ്റു പറയാൻ വയ്യ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കണ്ണിൽ വെച്ച കണ്ണട മറന്നുപോയി. അത് കണ്ണിലുണ്ട് എന്നുള്ള കാര്യം മറന്നുപോയി. പലപ്പോഴും നമുക്ക് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇതുപോലുള്ള അനുഭവങ്ങൾ. മൊബൈൽ ഫോൺ കയ്യിൽ, അല്ലെ ചെവിയിൽ വെച്ച് സംസാരിക്കുന്നുണ്ടാവും. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് മറന്നുപോകും, ചെവിയിൽ മൊബൈൽ ഫോൺ ഉണ്ടെന്ന്. എന്നിട്ട് കീശയിൽ തപ്പി നോക്കി പരിഭ്രമിക്കാറുണ്ട്. അപ്പൊ ഇവിടെ കണ്ണിൽ വെച്ച കണ്ണട മറന്നു, അതെവിടെയാണെന്നറിയില്ല. എന്നിട്ട് പുറമെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ കണ്ണട ആത്യന്തിക തലത്തിൽ കിട്ടേണ്ടതില്ല, അയാളിലുണ്ട്. എന്നാൽ അയാളുടെ ആ അറിവില്ലായ്മയുടെ തലത്തിൽ അത് കിട്ടേണ്ടതാണ്. ഈ അനുഭവം ഇല്ലായ്മയുടെ തലത്തിൽ, ഇത് എൻ്റെ കണ്ണിലുണ്ട് എന്ന അറിവില്ലായ്മയുടെ തലത്തിൽ ഇത് കിട്ടേണ്ടതായ ഒന്നാണ്. ആ നിലയ്ക്ക് അജ്ഞാനത്തിൽ നിലകൊള്ളുമ്പോൾ അജ്ഞാനത്തിൻ്റെ തലത്തിൽ മോക്ഷം, മുക്തി എന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് നിലനിൽപ്പുണ്ടാവുന്നു, അത് കിട്ടേണ്ടതാകുന്നു. ഇനി ഈ കണ്ണട ഒരു പുറമെ ഇങ്ങനെ അന്വേഷിച്ച് നടന്ന്, അപ്പം ആൾക്കാരൊക്കെ അന്വേഷിക്കാൻ കൂടെ കൂടി, കൊച്ചുമകൻ പറയുക, അധികം കൂടെ കൂടില്ല, കാരണം ഇയാളുടെ കണ്ണിൽ തന്നെ കണ്ണട കണ്ടാൽ പിന്നെ അന്വേഷിക്കലൊന്നും ഉണ്ടാവില്ല. അപ്പം ഇയാളിങ്ങനെ പരിഭ്രമിച്ച് നടക്കുന്നത് കണ്ടപ്പം ഇയാളുടെ പേരമകൻ എന്താ ചോദിച്ചു, കണ്ണട കാണുന്നില്ല. മുത്തച്ഛൻ്റെ കണ്ണിലല്ലേ കണ്ണട. ഇത് പറഞ്ഞതോടുകൂടി ആവൂ കണ്ണട കിട്ടി എന്നുള്ളൊരു അനുഭവം ഉണ്ടാവുന്നത്. നോക്കൂ, കണ്ണട കിട്ടി എന്നവിടെ ആശ്വസിക്കുമ്പോൾ കണ്ണട നഷ്ടപ്പെട്ടിരുന്നോ? കിട്ടാൻ ഇല്ല. എന്നിരുന്നാലും തന്നിലുള്ളതാണെങ്കിലും അത് മറന്നുപോയപ്പോൾ, അതിനനുഭവിക്കാൻ കഴിയാതിരുന്നപ്പോൾ നഷ്ടപ്പെട്ട അനുഭവമാണ് ഉണ്ടായത്. തന്നിൽ ഉള്ളതാണെങ്കിൽ പോലും അതിനെപ്പറ്റി ഓർമ്മയുണ്ടാകുമ്പോൾ, അതിലേക്ക് ശ്രദ്ധ പതിയുമ്പോൾ, അതിനനുഭവിക്കാൻ കഴിയുമ്പോൾ കിട്ടി എന്നുള്ളൊരു അനുഭവം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ രീതിയിൽ മോക്ഷം കിട്ടേണ്ടതാണ്, നേടേണ്ടതാണ് എന്ന് പറയാം, അജ്ഞാനത്തിൻ്റെ തലത്തിൽ മാത്രം. അജ്ഞാന സംജ്ഞോ ഭവബന്ധമോക്ഷവും. ബ്രഹ്മാവ് കൃഷ്ണനെ സ്തുതിക്കുന്ന സമയത്ത് അവിടെ പറയും, അജ്ഞാനത്തിൻ്റെ തന്നെ രണ്ട് സംജ്ഞകളാണ് ഈ ബന്ധവും മോക്ഷവും എന്നാണ്. ഇവിടെ സംശയം തോന്നാം, അജ്ഞാനതലത്തിലാണ് ബന്ധം എന്ന് നമുക്കറിയാം. ബന്ധനം ഉണ്ടാവുന്നത് അജ്ഞാനം കൊണ്ടാണ്. എന്നാൽ അജ്ഞാനത്തിൻ്റെ തലത്തിൽ മാത്രമേ മോക്ഷവും ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ശരിയാവുക? അവിടെ മനസ്സിലാക്കുക, ബന്ധനസ്ഥനായ ഒരാൾക്ക് മാത്രമേ ബന്ധനവും ഉള്ളൂ, മോചനവും ഉള്ളൂ. സ്വതന്ത്രനായി നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടവസ്ഥയ്ക്കും നിലനിൽപ്പില്ല. അപ്പോൾ ഈ മുക്തി എന്ന് പറയുന്നത് ആ നിലയ്ക്ക് കിട്ടേണ്ട ഒന്നല്ല, നേടിയെടുക്കേണ്ട ഒന്നല്ല, സ്വസ്വരൂപം തന്നെയാണ്. ഇന്ന് നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇന്ന് ഈ ഇന്ദ്രിയങ്ങൾ, മനസ്സ് നമ്മെ പുറമേയുമായി ബന്ധപ്പെടുത്തി വെച്ചിരിക്കുക. ഈ ഇന്ദ്രിയങ്ങളിലൂടെ, മനസ്സിലൂടെ ശ്രദ്ധ അജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറമെയാണ്.
അപ്പോൾ എന്താ വേണ്ടത്? ഈ പുറമെ നിന്നും ശ്രദ്ധ ഇങ്ങ് വേർപെടണം. ഈ ആത്മസ്വരൂപത്തിൽ ഉറയ്ക്കണം, പരമമായ ജ്ഞാനത്തിൽ ഉറയ്ക്കണം. ഇതിനെന്തു വേണം? മറന്നുപോയി ഒന്ന് ഓർമ്മ വരാൻ നമ്മൾ എന്താ ചെയ്യുക? അതിനെ ഓർമ്മ വരുത്തുന്ന സാഹചര്യങ്ങളിൽ നിലനിൽക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ആശ്രയിക്കുക, നിരന്തരം അത് കേൾക്കുക, നിരന്തരം അത് സംബന്ധമായ വിഷയങ്ങളെ ചിന്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് ഓർമ്മ വരും. ഒരാവശ്യത്തിന് വേണ്ടി നമ്മൾ ഈ യജ്ഞശാലയിൽ പുറത്തേക്ക് പോയി, അവിടുന്ന് എന്തോ ഒരാവശ്യത്തിന് പുറത്തേക്ക് പോയതാ. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്ക് അത് മറന്നുപോയി എന്തിനാ പോയതെന്ന്. എന്താ ഉടനെ ചെയ്യുക? അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ വരും. എവിടെ വെച്ച് ഓർമ്മ വന്നോ അവിടെ തന്നെ വന്നു നോക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടത് ഓർമ്മ വരും. അപ്പൊ സാഹചര്യം ആ നിലയ്ക്ക് മറന്നതിനെ ഓർമ്മിപ്പിക്കും. നമ്മുടെ സ്വരൂപത്തെ ഇന്ന് വിസ്മരിച്ചിരിക്കുകയാണ് അജ്ഞാന നിമിത്തം. ആ ആത്മസ്വരൂപത്തെ അനുഭവത്തിൽ കൊണ്ടുവരാൻ ആ സാഹചര്യത്തിൽ നിരന്തരം നിലനിൽക്കുക, നിത്യം ഈ സത്യത്തെ ഉപാസിക്കുക. നിത്യം വേദമധീയതാം തതുദിതം കർമ്മസ്വനുഷ്ഠീയതാം. ആചാര്യസ്വാമികൾ പറയും, നിത്യവും വേദത്തെ അനുസന്ധാനം ചെയ്യുക, നിത്യവും വേദാന്ത വിചാരം ചെയ്യുക. ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും നമുക്ക് കർത്തൃത്വം കുറവാണ്, നിയന്ത്രണം കുറവാണ്. എന്നാൽ ജാഗ്രത അവസ്ഥയിൽ കുറച്ച് കർത്തൃത്വ നിയന്ത്രണം നമുക്കുണ്ട്. അതുകൊണ്ട് ജാഗ്രത അവസ്ഥയിൽ നിത്യവും വേദാന്തം വിചാരം ചെയ്യൂ എന്ന് പറയും ആചാര്യസ്വാമികൾ. നിത്യവും ഈ സത്യത്തെ വിചാരം ചെയ്യുമ്പോൾ ശ്രദ്ധ പുറമെ നിന്നും വേർപെടും. ഇപ്പം പുറമെ ശ്രദ്ധ വിട്ടുകിടക്കാൻ കാരണം എന്താ? ഈ പുറമെ സത്യമാണ്, ഇന്ദ്രിയങ്ങൾ മനസ്സ് അനുഭവിപ്പിക്കുന്ന ഈ കാഴ്ചകൾ സത്യമാണ് എന്ന ധാരണ നമുക്കുള്ളിലുണ്ട്. ആദ്യം വിചാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ധാരണയെ ഇല്ലായ്മ ചെയ്യാം. ഏതൊക്കെ വിഷയങ്ങളെ നമ്മൾ സത്യമായി കാണുന്നോ അനുഭവിക്കുന്നോ അതിനെയൊക്കെ കാര്യകാരണ വിചാരത്തിന് വിധേയമാക്കുക, യുക്തി വിചാരത്തിന് വിധേയമാക്കുക. കോഹം കഥമിതം ജാതം കോവേ കർത്താസ്യ വിദ്യതേ ഉപാദാനം കിമസ്തീഹ വിചാര സ്വയമീദൃശ എന്ന് ആചാര്യസ്വാമികൾ പറയും. കോഹം കഥമിതം ജാതം, ഞാൻ ആര്, ഇതം കഥം ജാതം, ഇതൊക്കെ എവിടെ നിന്ന് എപ്രകാരം ഉണ്ടായി, ഇതിൻ്റെയൊക്കെ കർത്താവ് ആര്, അങ്ങനെ ഇതിനൊക്കെ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ എന്തിനെ കൊണ്ട് ഇതിനെയൊക്കെ അദ്ദേഹം സൃഷ്ടിച്ചു എന്നിങ്ങനെ നമ്മൾ കാണുന്ന, കേൾക്കുന്ന, അനുഭവിക്കുന്ന എല്ലാറ്റിനെയും കാര്യകാരണ വിചാരത്തിന് വിധേയമാക്കുമ്പോൾ ഈ പ്രാപഞ്ചിക വിഷയങ്ങളുടെ സ്വഭാവം ബോധ്യമാവും. അത് അനിത്യമാണ്, ക്ഷണികമാണ് എന്ന് ബോധ്യമായാൽ ശ്രദ്ധ അവിടെ നിന്ന് വേർപെട്ടോളും. ആ വേർപെട്ട ശ്രദ്ധയെ നിരന്തരമായ സത്യോപാസന വഴി ആത്മാവിൽ തന്നെ അല്ലെങ്കിൽ തന്നിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുക. അങ്ങനെ സമ്പൂർണമായ ശ്രദ്ധ ആത്മതത്വത്തിൽ ഉറച്ചാൽ, അവിടെ ഈ വിഷയസങ്കല്പങ്ങൾ തീർത്തും ഇല്ലാതെയായാൽ, വാസനകൾ തീർത്തും നശിച്ചാൽ, വാസനകളുടെ സഞ്ചയമാണ് മനസ്സെന്ന് വെച്ചാൽ, മനസ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക അവയവമൊന്നുമില്ല. ഈ വാസനകൾ പ്രപഞ്ചത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഈ പ്രപഞ്ചം അനിത്യമാണ്, ക്ഷണികമാണ്, ആത്യന്തിക തലത്തിൽ അയഥാർത്ഥ്യമാണ്, മിഥ്യയാണ് എന്ന് ബോധിച്ചാൽ ഈ പ്രപഞ്ചത്തെ ആശ്രയിച്ചു മാത്രം നിലനിൽപ്പുള്ള വാസനകൾ, സങ്കല്പ വികല്പങ്ങൾ ഇല്ലാതെയാവും. ആ സങ്കല്പ വികല്പങ്ങൾ നശിക്കുമ്പോൾ, വാസനകൾ നശിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ? ജീവൻ മുക്തി വിവേകത്തിൽ ആചാര്യസ്വാമികൾ ദ്വന്ദ്വങ്ങളായിട്ട് പറയും. വാസനാക്ഷയ മനോനാശ ദ്വന്ദ്വം. വാസനകൾ ക്ഷയിക്കുമ്പോൾ മനസ്സ് നശിക്കും. മനസ്സ് നശിച്ചാലോ ഈ മനസ്സാണ് ഭേദത്തെ ഉണ്ടാക്കുന്നത്. അന്ധകരണമാണ് ജീവൻ എന്ന വേറൊരു അവസ്ഥയെ ഉണ്ടാക്കുന്നത്. അന്ധകരണം എന്ന ഉപാധിയാൽ പരിച്ഛിന്നമാക്കപ്പെടുകയാണ്, പരിമിതമാക്കപ്പെടുകയാണ് ഈ ആത്മബോധം അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം. ഇപ്പൊ കണ്ണാടി ഉണ്ടാകുമ്പോൾ ബിംബവും പ്രതിബിംബവും ആ ഭേദം ഉണ്ടാകുന്നു. കണ്ണാടി ഉടഞ്ഞു കഴിഞ്ഞാൽ പ്രതിബിംബം ഇല്ല, ബിംബം മാത്രമേ ഉള്ളൂ എന്നതുപോലെ അന്ധകരണമാകുന്ന ഉപാധി ഉള്ള സമയത്ത് ആ ഉപാധിയുടെ സാന്നിധ്യത്തിലാണ് ഭേദം ഉള്ളത്. ഈ ഉപാധിയാകട്ടെ സങ്കല്പ വികല്പാത്മകമാണ്. ഈ സങ്കല്പ വികല്പങ്ങൾ നിലനിൽക്കുന്നത് പ്രപഞ്ചത്തെ ആശ്രയിച്ചാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സുഷുപ്തി അവസ്ഥയിൽ ഒരു സങ്കല്പവും ഇല്ല, മനസ്സില്ല, കാരണം പ്രപഞ്ചമില്ല.
പ്രപഞ്ചം നമുക്ക് മുന്നിൽ എപ്പോൾ എത്ര വരെ ഉള്ളതായി അനുഭവപ്പെടുന്നോ അത്ര വരെ മനസ്സുള്ളൂ. ഈ പ്രപഞ്ചത്തിന്റെ സത്യം എന്താണെന്നങ്ങ് ബോധ്യമായാൽ മനസ്സ് ഉടഞ്ഞു പോവും, മനസ്സില്ലാതെയാവും. മനസ്സ് നശിച്ചാൽ, വാസനകൾ ക്ഷയിച്ചാൽ തത്വവിജ്ഞാനം സംഭവിക്കും. വാസനാക്ഷയ തത്വവിജ്ഞാന ദ്വന്ദ്വം എന്നവിടെ വിദ്യാരണ്യ സ്വാമികൾ പറയും. വാസനാക്ഷയകൾ നശിക്കുന്ന സമയത്ത്, വാസന ക്ഷയിക്കുന്ന സമയത്ത് തത്വവിജ്ഞാനം സംഭവിക്കുന്നു എന്നാണ്. ഇങ്ങനെ അനുഭവിക്കേണ്ടുന്ന സ്വസ്വരൂപം തന്നെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്നതും അതുതന്നെയാണ്. എന്തിനേയും അനുഭവിപ്പിക്കുന്ന വാചോഹവാചം സൗ പ്രാണസ്യ പ്രാണ ശ്രോത്രസ്യ ശ്രോത്രം ചക്ഷുഷഹ ചക്ഷു എന്ന് ഉപനിഷത്ത് പറയുന്ന വിജ്ഞാതാരം അരേ കേന വിജാനീയാൽ, അറിയുന്നവൻ എങ്ങനെയാ അറിയാൻ ചോദിക്കും. നമ്മുടെയൊക്കെ ഉള്ളിൽ ഇപ്രകാരം അറിയുന്നവനായി പ്രകാശിക്കുന്ന ആ ബോധചൈതന്യം, അതാണ് സത്യം എന്നുള്ള തിരിച്ചറിവാണ് മുക്തി എന്ന് വെച്ചാൽ, മോക്ഷം എന്ന് വെച്ചാൽ. മുക്തി എന്ന പദത്തിന്റെ അർത്ഥം മോചനം എന്നാണ്. നമുക്ക് എന്തിൽ നിന്നാ മോചനം വേണ്ടത്? ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് മോചനം വേണ്ടത്. നമ്മുടെ എല്ലാ അസ്വസ്ഥതകൾക്കും കാരണം ഈ പ്രപഞ്ചമാണ്. പ്രപഞ്ചം ഇല്ലാത്ത സമയത്ത് നമുക്കൊരു അസ്വസ്ഥതയില്ല, ഒരു ദുഃഖവുമില്ല. സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയാറില്ലേ? സുഷുപ്തി അവസ്ഥയിൽ പ്രപഞ്ചമില്ല, അവിടെ പരമമായ സുഖം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഈ പ്രപഞ്ചത്തെ ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ നമ്മുടെ എന്നേക്കുള്ള ലക്ഷ്യം സാധിക്കപ്പെടും. എന്താ നമ്മുടെ ലക്ഷ്യം? നിത്യമായി നിരന്തരമായി സുഖിയായിട്ടിരിക്കുക, അല്ലെങ്കിൽ സുഖം അനുഭവിക്കുക. ആ നിത്യമായ നിരന്തരമായ നിരതിശയമായ ആനന്ദം പ്രപഞ്ചം ഇല്ലാതെയാകുമ്പോഴേ സംഭവിക്കൂ. അപ്പൊ പ്രപഞ്ചത്തെ ഇല്ലാതെയാക്കാൻ പറ്റുമോ? ചോദ്യം. ഇല്ലാതെയാക്കേണ്ടതില്ല. പ്രപഞ്ചം ഇല്ലാത്തതാണ്. പ്രപഞ്ചം എന്ന് പറയുന്നത് മനക്കൽപ്പിതമാണ്. പ്രപഞ്ചം ഒരു പ്രതീതി മാത്രമാണ്. അത് ചിന്തിച്ചാൽ നമുക്ക് ബോധ്യമാവും. നമ്മുടെ പ്രപഞ്ചാനുഭവം ആപേക്ഷികമാണ്. ഇന്ദ്രിയങ്ങളാൽ, മനസ്സാൽ ആപേക്ഷികമാണ്. ഇന്ദ്രിയങ്ങൾ പരിമിതങ്ങളാണ്. പരിമിതങ്ങളായ ഇന്ദ്രിയങ്ങൾ നൽകുന്ന രൂപങ്ങളെ അനുഭവിപ്പിക്കുവാനുള്ള കഴിവേ മനസ്സിനുള്ളൂ. ഇപ്പൊ കണ്ണ്, ഏറ്റവും ചെറുതിനെ കണ്ണിന് കാണാൻ കഴിയില്ല, ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കണ്ണിന് കാണാൻ കഴിയില്ല. ചെവിക്ക് ഇത്ര ഡെസിബിൾ ശബ്ദത്തിന് മുകളിലേക്ക് കേൾക്കാൻ വയ്യ, ഇത്ര ശബ്ദത്തിന് താഴത്തേക്കും കേൾക്കാൻ വയ്യ. ഇങ്ങനെയാണ് എല്ലാ ഇന്ദ്രിയങ്ങളും. ഈ ഇന്ദ്രിയങ്ങൾ അനുഭവിപ്പിക്കുന്ന അറിവും അങ്ങനെ തന്നെയാവില്ലേ? ആലോചിച്ച് നോക്കൂ. കണ്ണുകൊണ്ട് കാണുന്നു എന്ന് വെച്ചിട്ട് അത് സത്യമാണെന്ന് പറയാൻ പറ്റുമോ? പലരും ഈ വേദാന്തത്തിനെ വിമർശിക്കുന്നത് ഈ ഞാൻ അനുഭവിക്കുന്ന പ്രപഞ്ചത്തെ വേദാന്തം നിരാകരിക്കുക ചെയ്യുന്നത്. ഞാൻ കാണുന്നത് സത്യം അല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ യുക്തിക്ക് സമ്മതമാവുക? യുക്തിക്ക് സമ്മതമാവണം. ശാസ്ത്രബോധം ഉള്ളവന്റെ യുക്തിക്ക് അത് സമ്മതമാവും. കേവലം ലോകബുദ്ധിയിൽ സമ്മതമായിക്കൊള്ളണമെന്നില്ല. പക്ഷെ കുറച്ച് ശാസ്ത്രീയ ബോധം, ശാസ്ത്രബോധം, യുക്തി വിചാരം ചെയ്യുന്നവന്റെ യുക്തിക്ക് അത് സമ്മതമാവും. ഇന്ന് ഭൗതിക ശാസ്ത്രദൃഷ്ടിയ ഭൗതിക തലത്തിൽ തന്നെ ചിന്തിക്കുക. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാം സത്യമാണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ദൂരേക്ക് നോക്കിയാൽ അവിടെ ഒരു കുന്ന് കാണുന്നു. ആ കുന്നിന്റെ മുകളിൽ കുറേ വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷങ്ങൾക്കൊക്കെ ഒരു വിരലിന് എത്ര വലുപ്പമേ ഉള്ളൂ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത്. ഇത് സത്യമാണോ? നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മുന്നിൽ കാണപ്പെടുന്നത്, നമ്മൾ അനുഭവിക്കുന്നത് ഇതാണ്. ഈ കാണുന്നത്, അനുഭവിക്കുന്നത് സത്യം ആവണമെങ്കിൽ അത് സത്യമാവണം. റെയിൽവേ പാളത്തിൽ പോയി കുറച്ച് ദൂരത്തേക്ക് നോക്കിയാൽ അവിടെ പാളത്തിന്റെ വീതി വളരെ കുറഞ്ഞായി കാണപ്പെടും. ഇവിടെ നല്ല വീതിയുണ്ട്, കുറെ ദൂരത്ത് പാളത്തിന് വീതി കുറവാ. കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്, സത്യമാണ്. അപ്പൊ കാണുന്നു എന്ന് കരുതി, അനുഭവിക്കുന്നു എന്ന് കരുതി എല്ലാം സത്യമാവുമോ? ഇല്ല. അതൊക്കെ ഭ്രമങ്ങൾ മാത്രമാണ്, പ്രതീതികൾ മാത്രമാണ്. കണ്ണിന്റെ പരിമിതിയാണ് ഇങ്ങനെയുള്ള ഇല്ലാത്തതായ അനുഭവങ്ങൾ നമുക്കുണ്ടാക്കുന്നത്. ഇതുപോലെ ഈ പ്രപഞ്ചവും ഒരു പ്രതീതി മാത്രമാണ്, ഒരു വിഭ്രമം മാത്രമാണ്. നമുക്ക് ഈ 5 ഇന്ദ്രിയങ്ങൾക്ക് പുറമെ 6ാമതൊരു ഇന്ദ്രിയം കൂടി ഉണ്ട് എന്ന് കരുതുക. അങ്ങനെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചു. ഒരു മൈക്രോസ്കോപ്പിക് ഓർഗൻ നമുക്കുണ്ടെന്ന് കരുതുക. ഈ ആറ്റത്തിനൊക്കെ കാണിച്ചു തരുന്ന മൈക്രോസ്കോപ്പ് ഇല്ലേ, ആ ശക്തിയുള്ള ഒരു കണ്ണ്, പരമേശ്വരന്റെ ഒക്കെ തൃക്കണ്ണ് പോലെ ഒരു കണ്ണ് നെറ്റിയിലുണ്ടെന്ന് കരുതുക. എന്തായിരിക്കും നമ്മുടെ പ്രപഞ്ചാനുഭവം? ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾ എന്നെ നോക്കുമ്പോൾ, ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇതാണോ കാണപ്പെടുക? ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ ഇങ്ങനെയാണോ കാണപ്പെടുക? തീർത്തും വിഭിന്നമായിരിക്കും.
ഞാൻ ഉയർത്തിപ്പിടിച്ച ഇത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇത് കയ്യാണെന്ന്. ശരി, ഒരു മൈക്രോസ്കോപ്പിലൂടെ ഇതിനെ നോക്കി എന്താന്ന് പറയൂ എന്ന് പറഞ്ഞാൽ കയ്യെന്ന് പറയുമോ? ഇല്ല. ആ മൈക്രോസ്കോപ്പിന് ശക്തി കൂട്ടുന്നതിനനുസരിച്ചിട്ട് രൂപവും പേരും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൈ ഞാനൊന്നും ചെയ്തിട്ടില്ല. ആദ്യം നോക്കിയപ്പോൾ കയ്യ്, പിന്നെ ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ കോശങ്ങൾ, പിന്നെ വീണ്ടും ശക്തി കൂടിയ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയ സമയത്ത് ആറ്റങ്ങൾ, ഇനിയും ശക്തി കൂട്ടിയപ്പോൾ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ തുടങ്ങിയ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്. അത് ഊർജ തരംഗങ്ങളാണ്. അപ്പം ഈ രൂപം ഉള്ള പേരുള്ള ഞാൻ അനുഭവിക്കുന്ന ഈ കയ്യിനെ ഞാൻ ഒന്നും ചെയ്തില്ല, സൂക്ഷ്മമായി ഒന്ന് അറിയാൻ ശ്രമിക്കുകയേ ചെയ്തിട്ടുള്ളൂ. ആ ശ്രമം എന്നെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് രൂപം ഇല്ലാത്ത, പേരില്ലാത്ത ഒരവസ്ഥയിലേക്കാണ്. ഇത് എന്തിനേയും, ഈ കയ്യെന്നല്ല, എന്തിനേയും ഇപ്രകാരം വിചാരം ചെയ്തു പോയാൽ എത്തുന്നത് എവിടെയാ? നോക്കൂ, ഈ നമ്മൾ സത്യമെന്ന് കരുതുന്ന പേരുകൾ, രൂപങ്ങൾ, അതിന് എത്ര നിലനിൽപ്പുണ്ട്? ഈ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും തലത്തിൽ മാത്രമല്ലേ അതിന് നിലനിൽപ്പുള്ളൂ. ഒന്ന് അതിനെപ്പറ്റി, അതിന്റെ കാരണത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയാൽ ആ പേരും രൂപവും മാറുന്നില്ലേ? ഈ കത്തുന്നത് എന്താന്ന് ചോദിച്ചാൽ വിളക്ക്. എന്താ വിളക്കിലെ സത്യം ചോദിച്ചാൽ ഓട്. അപ്പൊ വിളക്കും പോയി. നമുക്ക് വിളക്ക് അവിടെ പോയി, ഓട് എന്നുള്ള സത്യം വന്നപ്പോഴേക്ക് വിളക്കെന്നുള്ള രൂപം അവിടെ പോയി, പേരും അവിടെ പോയി. അപ്പോൾ ഈ നാനാത്വം, ഈ വൈവിധ്യം നാമരൂപങ്ങളുടെ തലത്തിൽ മാത്രമാണ്. ആത്യന്തികമായി ഈ നാമരൂപങ്ങളിൽ ഇതിൻ്റെയൊക്കെ അസ്തിത്വമായി, ഉണ്മയായി പ്രകാശിക്കുന്നത് ഏകവും അഖണ്ഡവുമായ അദ്വിതീയവുമായ ബ്രഹ്മമാണ്, ഭഗവാനാണ്. ഈ അനുഭവം ഉണ്ടാകലാണ്, ഈ അനുഭവത്തിൽ നിൽക്കലാണ് മുക്തി എന്ന് വെച്ചാൽ, മോക്ഷം എന്ന് വെച്ചാൽ. ഇവിടെ നമ്മുടെ പ്രകരണം തന്നെയാണ് പറഞ്ഞു വരുന്നത്. ബദ്ധമുക്ത ഭേദമാണ് നമ്മുടെ പ്രകരണം. ആരാണ് ബദ്ധൻ, ആരാണ് മുക്തൻ, ഈ ബദ്ധൻ എങ്ങനെയൊക്കെയാ, മുക്തൻ എങ്ങനെയൊക്കെയാ ഇവിടെ വ്യവഹരിക്കുക എന്നുള്ള ചോദ്യം ഉദ്ധവൻ ചോദിക്കുന്ന സമയത്താണ് ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്നത്. ആദ്യ ശ്ലോകമാണ് ഇപ്പം നമ്മൾ ഇത്രയും വ്യാഖ്യാനിച്ചത്. ബദ്ധോ മുക്ത ഇതി വ്യാഖ്യ ഗുണനോമേ ന വസ്തുതഃ ഗുണസ്യ മായാമൂലത്വാത് നമേ മോക്ഷ ന ബന്ധനം. ആത്യന്തിക തലത്തിൽ ബദ്ധനും ഇല്ല, മുക്തനും ഇല്ല, ബന്ധനവും ഇല്ല, മോക്ഷവും ഇല്ല. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, കെട്ടിയിട്ട നിലയിൽ ഉള്ള ഒരാൾക്കേ ബന്ധനമുള്ളൂ, മോചനമുള്ളൂ. ജയിലിൽ കിടക്കുന്ന ഒരാൾക്കേ ബന്ധനമുള്ളൂ, മോചനമുള്ളൂ. നമുക്ക് ബന്ധനമുണ്ടോ? ഇല്ല. മോചനമുണ്ടോ? ഇല്ല. എന്നുവെച്ചാൽ ഈ വേറെ ആധ്യാത്മികമായിട്ട് പല ബന്ധനങ്ങളും നമുക്കുണ്ടാവും, പലതും നമ്മെ ബന്ധിക്കുന്നുണ്ട്. ആ രീതിയിലല്ല. നമ്മളെ ആരും പൂട്ടിയിട്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ സ്വതന്ത്രരാണ്. സ്വതന്ത്രനായതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരവസ്ഥ വേറെ ഇല്ല. അപ്പോൾ ബന്ധനത്തിന്റെ തലത്തിൽ മാത്രമേ, അജ്ഞാനത്തിന്റെ തലത്തിൽ മാത്രമേ ഈ രണ്ടിനും നിലനിൽപ്പുള്ളൂ. മുക്തനായ, തന്നിലെ ആത്മസ്വരൂപത്തിൽ നിഷ്ഠനായ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ബന്ധനവുമില്ല, മോക്ഷവുമില്ല എന്നർത്ഥം. ഇതാണ് പാരമാർത്ഥിക യാഥാർത്ഥ്യം. എന്നാൽ ഇവിടെ അജ്ഞാനത്താൽ ബാധിക്കപ്പെടുമ്പോൾ ഞാൻ ബദ്ധനാണ് എന്ന് ധരിക്കുന്നു. ഈ ശരീരം ഞാനാണ് എന്ന് അഭിമാനിക്കുന്നു. ഈ ശരീര സംബന്ധ വസ്തുവിഷയങ്ങളൊക്കെ എൻ്റെതാണ് എന്ന് അഭിമാനിക്കുന്നു. ഇത് ഒരു ചിന്തയിൽ ഇല്ലാതെയാവുന്നതാണ്. വിചാരം ചെയ്യുന്ന വേളയിൽ ഈ അഭിമാനങ്ങൾക്കൊന്നും ഒരു നിലനിൽപ്പും ഇല്ല എന്നുള്ളത് ബോധ്യമാവും. എൻ്റെ എന്നുള്ള അഭിമാനിക്കുമ്പോൾ, ഇതൊക്കെ എൻ്റെതാണെന്ന് അഭിമാനിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ഞാൻ എൻ്റെതായി അഭിമാനിക്കുന്ന എന്തിലെങ്കിലും എനിക്ക് കർത്തൃത്വം ഉണ്ടോ, നിയന്ത്രണം ഉണ്ടോ, എൻ്റെ ഇച്ഛ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന്. എൻ്റേതായി അഭിമാനിക്കുന്ന എന്നിൽ നിന്നും അന്യങ്ങളായ വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ, ഞാൻ തന്നെയായിട്ട് അഭിമാനിക്കുന്ന ഈ ശരീരമുണ്ട്. ഈ ശരീരത്തിൽ എനിക്ക് എത്രയിടത്തോളം കർത്തൃത്വമുണ്ട്, നിയന്ത്രണമുണ്ട്? ഞാൻ പറയുന്നത് ഈ ശരീരം കേൾക്കുന്നുണ്ടോ? എവിടെ കേൾക്കുന്നു? ശരീരം പറയുന്നത് ഞാൻ കേൾക്കല്ലേ ചെയ്യുന്നത് ആണ്. എൻ്റെ ശരീരമാണെങ്കിൽ, ഞാൻ ഈ ശരീരമാണെങ്കിൽ ഈ ശരീരം എന്നെ ദുഃഖിപ്പിക്കാൻ പാടില്ല. എൻ്റെ ഇഷ്ടത്തിന് വിപരീതമായ അനുഭവങ്ങൾ ഈ ശരീരം എനിക്ക് നൽകാൻ പാടില്ല. എൻ്റെ ഇഷ്ടത്തെ എപ്പോഴും ഈ ശരീരം അനുസരിക്കണം. ഇതൊന്നുമില്ലല്ലോ. എൻ്റെ കണ്ണാണെന്ന് ഞാൻ അഭിമാനിക്കുന്നു,
പൊടിയാകുന്നതിന് മുന്നേ തന്നെ തണുത്ത വെള്ളം കൊണ്ട് കഴുകുന്നു, ഇളനീർ കുഴമ്പ് ഉറ്റിക്കുന്നു. എത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഞാൻ പരിചരിക്കുന്നത്. അതിൻ്റെ എന്തെങ്കിലും നന്ദി ഈ കണ്ണ് എന്നോട് കാണിക്കുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഇന്നലെ വരെ കണ്ടു, ഇന്ന് രാവിലെ എണീറ്റപ്പം ഒരു മങ്ങൽ. ആ മങ്ങൽ കൂടിക്കൂടി വരുന്നു. ഡോക്ടറുടെ അരികെ ചെന്നു, പറഞ്ഞു ഞരമ്പിനെ ബാധിച്ചൊരു പ്രശ്നമാണ്, ക്ഷയിച്ച് വരികയാണ്, ഇനി കാണാൻ പറ്റില്ല, അത് തീർന്നു. ആലോചിച്ച് നോക്കുക, എത്ര സ്നേഹിച്ചതാ നമ്മൾ ഈ കണ്ണിനെ. ഒന്ന് മുന്നേ പറയുക ഉണ്ടായോ, നാളെ ഈ ശരീരം നമ്മെ വിട്ടുപോകുന്ന സമയത്ത് അടുത്ത തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ പോവും, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ, എന്തെങ്കിലും ചെയ്യാം, ബാക്കി ഉണ്ടെച്ചാൽ ചെയ്തു വെച്ചോളൂ, എഴുതി വെക്കേണ്ടതൊക്കെ എഴുതി വെച്ചോളൂ എന്ന് പറയുന്നുണ്ടോ ശരീരം? ഇല്ല, അങ്ങ് പോവുകയാണ്. ഇനി ഉള്ള സമയത്ത് രാവിലെ എണീറ്റു, ഭാഗവതം കേൾക്കാൻ വരണം എന്ന് വിചാരിക്കുന്നു, അപ്പോഴേക്ക് ശക്തമായ തലവേദന, നമ്മുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട്. ആലോചിച്ച് നോക്കും. ഇങ്ങോട്ടേക്ക് കയറുന്ന സമയത്ത് 5 മിനിറ്റ് വൈകി, വളരെ വേഗം ഞാനങ്ങ് കയറിയതാ. അപ്പൊ 3 സ്റ്റെപ്പ് ഉണ്ട്. വേഗം കയറാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് അങ്ങ് ചാടിക്കിടക്കാമെന്ന് വിചാരിച്ചു, മനസ്സ് വിചാരിച്ചു, പക്ഷെ ശരീരം വിചാരിച്ചില്ല. ഫലത്തിൽ എന്തായി? മൂക്കും കുത്തി വീഴുന്നു. ഒരു നിയന്ത്രണവും നമുക്ക് നമ്മുടെ ശരീരത്തിലില്ല. കുറേയൊക്കെ അങ്ങ് നമ്മൾ വിചാരിക്കുന്നത് പോലെ കുറച്ചൊക്കെ അങ്ങ് സംഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരീരം അതിനെതിരായിട്ട് നിന്നാൽ നമ്മൾ വിചാരിച്ചിട്ട് കാര്യവുമില്ല. അപ്പോൾ ഒരു നിയന്ത്രണവും ഇല്ലാത്ത, ഇച്ഛയില്ലാത്ത ഈ ശരീരത്തെ ഞാനായിട്ട് അഭിമാനിക്കുന്നു. ഈ ശരീരത്തിൽ തന്നെ എനിക്ക് നിയന്ത്രണം ഇല്ല എന്ന് വെച്ചാൽ എൻ്റേതായി ഞാൻ അഭിമാനിക്കുന്ന, എന്നിൽ നിന്നും തീർത്തും അന്യങ്ങളായ വിഷയങ്ങളിൽ എത്ര നിയന്ത്രണം എനിക്കുണ്ടാവും? ഒരു നിയന്ത്രണവുമില്ല. എൻ്റെതാന്ന് പറയുന്നു എന്ന് മാത്രം. എൻ്റെ പശുവിനെ കള്ളം കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്കാ സങ്കടം, പശുവിനല്ല. എൻ്റെതാണ് ഈ പശുവിന് സങ്കടം ഉണ്ടാവണം. അപ്പം എൻ്റെ പശുവല്ല, പശുവിൻ്റെ ഞാനാ. ആലോചിച്ച് നോക്കും. ഒരു നിയന്ത്രണവും നമ്മുടെ ഒരു ഇച്ഛയും കൊണ്ടുവരാൻ കഴിയാത്ത, നമുക്കൊരു നിയന്ത്രണവും ഇല്ലാത്ത വസ്തുവിഷയങ്ങളിലുള്ള എൻ്റെ എന്നുള്ള ബുദ്ധി, അതാണ് എല്ലാ അസ്വസ്ഥതകളെയും ഉണ്ടാക്കുന്നത്. സുഖത്തെയും ദുഃഖത്തെയും ഉണ്ടാക്കുന്നത് അതാ, അല്ലേ? എൻ്റെ എന്നുള്ള ബുദ്ധി ഇല്ല എന്ന് വെച്ചാൽ സുഖവും ഇല്ല, ദുഃഖവും ഇല്ല. അപ്പം ഞാൻ ഇവിടുന്ന് താഴത്തേക്ക് അങ്ങ് വീണു എന്ന് കരുതുക. അപ്പം നിങ്ങൾക്ക് കുറച്ചൊരിഷ്ടം എന്നോടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ചെറിയൊരു വിഷമാവും. എൻ്റെ ശത്രുക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് കരുതുക, സന്തോഷമാവുമല്ലേ ചെയ്യുക? കുറേ നേരമായി വലിയ സിംഹാസനത്തിൽ കയറിയിരുന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഇതിൻ്റെ മുകളിൽ നിന്നല്ല, പറ്റെങ്കിൽ അതിൻ്റെയും മുകളിൽ നിന്ന് വീഴുക വേണ്ടത് എന്ന് പറയും. എനിക്ക് എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാവും. ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അനുഭവങ്ങൾ മാറി മറിഞ്ഞുണ്ടായി? എൻ്റെതാണ് എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ. തെങ്ങ് ഇടിവെട്ടിപ്പോയിട്ടോ, അയൽവാസി വന്ന് പറയുക 4 തെങ്ങ് ഇടിവെട്ടിപ്പോയി. അതെയോ? ഇടി വെട്ടിയാൽ തെങ്ങ് പോവും, ഇടി പ്രപഞ്ചത്തിലുള്ളൊരു പ്രതിഭാസമാണ്, അത് വെട്ടും, തെങ്ങ് പോവും, നീ വിഷമിക്കൊന്നും വേണ്ട. അല്ല, എനിക്ക് വിഷമമൊന്നുമില്ല. അതെന്താ? എൻ്റെ തെങ്ങല്ല, തൻ്റെ തെങ്ങ ഇടിവെട്ടിപ്പോയത്, നെഞ്ചത്ത് 4 അടിയാ. ഉപദേശമൊക്കെ മറ്റവനോടേ ഉള്ളൂ. എൻ്റെത് നമുക്ക് വരുമ്പോഴേക്കേ എവിടുന്നാ സങ്കടം വരുന്നു? എന്നാൽ ഈ തെങ്ങിൽ നമുക്ക് എന്തെങ്കിലും കർത്തൃത്വം ഉണ്ടോ? അതില്ല എന്നുള്ളതിൻ്റെ തെളിവ് അത് ഇടിവെട്ടിപ്പോയി എന്നുള്ളത്. അപ്പം നമുക്ക് യാതൊരു കർത്തൃത്വവും നിയന്ത്രണവും ഇല്ലാത്ത വസ്തുവിഷയങ്ങളിൽ എൻ്റെ എന്നുള്ള ബുദ്ധി വയ്ക്കുക. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ബന്ധുക്കൾ, അവരുടെ ഒന്നും വരവിലോ പോക്കിലോ എൻ്റെ ഇച്ഛ ഇല്ല. ഭഗവാന്റെ ഇച്ഛയനുസരിച്ചിട്ട് വന്നു ചേർന്നു. നാളെ എൻ്റെ ഇച്ഛയനുസരിച്ചല്ല വന്നു ചേർന്നത് എന്നതുകൊണ്ട് തന്നെ നാളെ പോകുമ്പോൾ എന്നോട് ചോദിക്കൂല, എൻ്റെ ഇഷ്ടത്തെ പരിഗണിക്കൂല. ഇതങ്ങ് ഉറച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം എന്നറിയോ? കുറച്ചായിട്ട് ഓരോന്നിൽ നിന്ന് നമ്മളിങ്ങനെ വേറിട്ട് വരും. ഇന്ന് ഈ ഒട്ടിപ്പിടുത്തമാണ് നമ്മെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നത്. ഈ ഒട്ടിപ്പിടുത്തം കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ടും സ്വസ്ഥത കൂടി വരും. ഈ സ്വസ്ഥൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നമ്മളൊക്കെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാ, സ്വസ്ഥനായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാ. ആരാ സ്വസ്ഥൻ? സ്വസ്മിൻ തിഷ്ഠതി ഇതി സ്വസ്ഥാമാണ്. തന്നിൽ നിൽക്കുന്നവൻ ആരോ അവനാണ് സ്വസ്ഥൻ. അപ്പോൾ അസ്വസ്ഥനാരാ? തന്നിൽ നിന്നും മാറി പ്രപഞ്ചത്തിൽ നിൽക്കുന്നവനാരോ അവനാണ് അസ്വസ്ഥൻ. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചവുമായി എത്ര നമ്മൾ ചേർന്ന് നിൽക്കുന്നോ, ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നോ, അത്ര കണ്ട് അസ്വസ്ഥത ഉണ്ടാവും. എത്ര കണ്ട് പ്രപഞ്ചത്തിൽ നിന്നും വേറിട്ട് ആത്മനിഷ്ഠനായി നിൽക്കാൻ കഴിയുന്നോ അത്ര സ്വസ്ഥത അനുഭവിക്കാം. അപ്പോൾ ഈ മുക്തി എന്ന് വെച്ചാൽ മോചനമാണ്. എന്തിൽ നിന്നുള്ള മോചനം? ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള മോചനം, ഈ ശരീരത്തിൽ നിന്നുള്ള മോചനം. ഇവിടെ മോചനം എന്ന് പറയുമ്പോഴും തെറ്റിദ്ധാരണയുണ്ടാവും. പൊതുവേ ആധ്യാത്മികത, വേദാന്തം നമുക്ക് കേൾക്കുമ്പം
പേടിയാണ് പലർക്കും. എന്തിനാ പേടിക്കുന്നത്? ഈ ആധ്യാത്മികത, വേദാന്തം ഉപേക്ഷിക്കാനാണ് പറയുന്നത്. ലോകത്തെ ഉപേക്ഷിക്കാൻ പറയുന്നു, സുഖങ്ങളെ ഉപേക്ഷിക്കാൻ പറയുന്നു, ബന്ധുക്കളെ ഉപേക്ഷിക്കാൻ പറയുന്നു. അപ്പം അത് കുറച്ച് കഴിഞ്ഞിട്ട് ഉപേക്ഷിക്കേണ്ട സമയമൊക്കെ ആയിട്ട് കേൾക്കാം, ഇപ്പോഴൊന്നും കേൾക്കണ്ട എന്നുള്ള ചിന്ത നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വേദികളിലൊന്നും അധികം ഈ ചെറുപ്പക്കാരെ കാണാത്തത്. ഈ ഒരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ട്. ഇവിടെ എന്താ ഉപേക്ഷിക്കാൻ പറഞ്ഞത്? ഭാരതീയ ആധ്യാത്മികത ഭൗതികതയെ തീർത്തും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒന്നല്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്, തെറ്റിദ്ധരിക്കരുത്. വേദാന്തം അകർമ്മണ്യതയെയോ അലസതയെയോ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇന്ന് വേദാന്തത്തിന് നേർക്കുള്ള വലിയൊരു ചീത്തപ്പേരതാണ്. ഇതൊക്കെ മായയാണ്, ഇതൊക്കെ മിഥ്യയാണ്, ഇതിനൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ട് ഈ കർമ്മനിരതരായവരെ പിന്നാക്കം വലിക്കുകയാണ് വേദാന്തം ചെയ്യുന്നത്. അകർമ്മണ്യതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേദാന്തം ചെയ്യുന്നത്. അലസതയെ വർദ്ധിപ്പിക്കുകയാണ് വേദാന്തം ചെയ്യുന്നത്. നോക്കൂ, ആ വിമർശനത്തിന് ഒരു നിലനിൽപ്പില്ല എന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ വേദാന്തത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായിട്ടുള്ള ഋഷീശ്വരന്മാർ, അവർക്കൊന്ന് പരിശോധിച്ച് നോക്കുക, അവരലസന്മാരായിരുന്നോ അകർമ്മണ്യന്മാരായിരുന്നോ എന്ന്. ഈ അദ്വൈത വേദാന്തത്തെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ച് ഇതിനെ സർവജ്ഞപീഠത്തിലേക്ക് അവരോധിച്ച ശങ്കരാചാര്യ സ്വാമികൾ 32 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ജീവിതം ഒന്ന് നോക്കുക. അലസനായി ആശ്രമത്തിലിരുന്ന് മുന്നിലേക്ക് ആരെങ്കിലും വന്നാൽ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയായിരുന്നു എന്ന്. ആ 32 വയസ്സിൽ നമുക്കൊന്ന് സങ്കല്പിക്കാൻ കൂടിയും കഴിയാത്ര അത്ര പ്രയത്നിച്ചയാളാണ്, പ്രവർത്തിച്ചയാളാണ് ആചാര്യസ്വാമികൾ. വിവേകാനന്ദ സ്വാമികൾ 39 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. അദ്ദേഹവും അലസനായിട്ട് ഇരിക്കുകയല്ല ചെയ്തത്. ഇനി ആ പരമ്പര മുഴുവൻ നോക്കൂ, അതൊക്കെ കാണിക്കുന്നത് എന്താ? വേദാന്തം അലസതയെയോ അകർമ്മണ്യതയെയോ പറയുന്നില്ല, മറിച്ച് വേദാന്തം കരുത്ത് നൽകുകയാണ് ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിൽ അവനവനിലേക്ക് വന്നു ചേരുന്ന അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ, സ്വധർമ്മം, അത് ഒരു പ്രലോഭനങ്ങളാലും ബാധിക്കപ്പെടാതെ, ഒരു പ്രതിസന്ധികൾക്ക് മുന്നിലും പതറാതെ ധീരതയോടുകൂടി കരുത്തോടുകൂടി അനുഷ്ഠിക്കാനും ഈ മഹിതമായ മനുഷ്യജന്മത്തെ ഇതിനെക്കൊണ്ട് നേടേണ്ടുന്ന പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനുമാണ് വേദാന്തം പറയുന്നത്. തുച്ഛങ്ങളായ ക്ഷണികങ്ങളായ കാമങ്ങൾക്ക് അടിമപ്പെട്ട് നശിപ്പിക്കേണ്ടതല്ല ഈ ഉദാത്തമായ മനുഷ്യജന്മം. മഹിതമായ കരുത്താണ്, ഉദാത്തമായ ശക്തിവിശേഷമാണ് നിന്നിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പൂർണ്ണമായി അനുഭവിക്കാൻ പ്രവർത്തിക്കൂ, പ്രയത്നിക്കൂ എന്നാണ് വേദാന്തം പറയുന്നത്. ഒരിക്കലും അലസതയെ അകർമ്മണ്യതയെ വേദാന്തം പറയുന്നില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തെ ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഈ ഉപേക്ഷിക്കണം എന്ന് കേൾക്കുന്ന സമയത്താണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത്. അവിടെ ഉപേക്ഷിക്കപ്പെടേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കണം. ഈശാവാസ്യമിതം സർവം യച്ചകിഞ്ചിൽ ജഗത്യാം ജഗൽ തേന ത്യക്തേന ഭുഞ്ചീധ മാഗൃധ കസ്യസിൽ ധനം. ഈശാവാസ്യ ഉപനിഷത്തിൽ 1-ാമത്തെ മന്ത്രം ഒന്ന് ചിന്തിച്ചു നോക്കുക. അവനാൽ ഉപേക്ഷിക്കപ്പെട്ടതിന് അനുഭവിക്കൂ എന്നാ. ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അനുഭവിക്കൂ എന്നാണ്. 100 കണക്കിന് വർഷം സ്വന്തം കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജിജീവിഷേൽ ശതം കുർവൻ ഏവേഹ കർമാണി ജിജീവിഷേൽ ശതം സമാഹ. അവനവന്റെ ധർമ്മം അത് അനുഷ്ഠിച്ചുകൊണ്ട് 100 വർഷം ഇവിടെ ജീവിക്കൂ എന്ന് തന്നെ എല്ലാവരോടും കാട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പോവേണ്ട സമയത്ത് പോവേണ്ടവരോട് മാത്രമേ പോകാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഉപേക്ഷിക്കേണ്ടത് എന്തോന്നാ? തെറ്റിദ്ധാരണയാണ്, എൻ്റെ എന്നുള്ള ബുദ്ധിയാണ്, അഭിമാനമാണ് ഉപേക്ഷിക്കേണ്ടത്. വസ്തുക്കൾ ഉപേക്ഷിക്കൽ എളുപ്പമാണ്, ഈ അഭിമാനം ഉപേക്ഷിക്കാനാ പ്രയാസം. ആ അഭിമാനം ഉപേക്ഷിക്കപ്പെട്ടാൽ പിന്നെ ഏതൊക്കെ വസ്തുക്കൾ നമുക്ക് ചുറ്റിനുണ്ടായാലും അതൊന്നും നമ്മോട്ട് ബാധിക്കൂല. ഏത് സാഹചര്യത്തിൽ നിലനിന്നാലും നമ്മെ അത് ബാധിക്കില്ല. ഇവിടെ ബന്ധനസ്ഥനാക്കുന്നത് വിഷയങ്ങളല്ല, മറിച്ച് മനസ്സാണ്. വിഷയങ്ങളുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നത് മനസ്സാണ്. പ്രപഞ്ചത്തിൽ നിൽക്കുന്നു എന്നുള്ളതോ വ്യാവഹാരിക ധർമ്മങ്ങൾ, പ്രാപഞ്ചിക ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു എന്നുള്ളതോ ബന്ധനത്തിന് കാരണമാവുന്നില്ല. ഏതൊരു മനോഭാവത്തോടു കൂടിയിട്ട് ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്നു, ഇവിടെ കർമ്മങ്ങൾ ചെയ്യുന്നു, ആ മനസ്സാണ് ബന്ധിപ്പിക്കുന്നതും മോചിപ്പിക്കുന്നതും. ഭഗവാൻ ഗീതയിൽ പേരെടുത്ത് പറഞ്ഞ ഒരു രാജാവ് ജനകനാണ്. കർമ്മണേവഹി സംസിദ്ധിം ആസ്ഥിത ജനകാദയ. ഇവിടെ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ സിദ്ധിയെ പ്രാപിച്ചിട്ടുണ്ട് ജനകൻ തുടങ്ങിയവർ എന്ന് ഭഗവാൻ അവിടെ പറയും. ഈ ജനകൻ കാട്ടിൽ ആശ്രമം കെട്ടി സർവസംഘ പരിത്യാഗിയായിക്കൊണ്ട് കഴിഞ്ഞിരുന്ന ഒരാളല്ല.
ഇവിടെ ഉയർന്ന ലൗകിക സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. നിരവധി ഭാര്യമാരും നിരവധി കുട്ടികളുമായിക്കൊണ്ട് രാജകൊട്ടാരത്തിൽ രാജാവായിക്കൊണ്ട് കഴിഞ്ഞിരുന്നയാളാ. എന്നാൽ ഇത്രയധികം ഈ ലോകവിഷയങ്ങൾക്ക് നടുവിലാണെങ്കിലും, ഉയർന്ന ഭൗതിക സാഹചര്യത്തിൽ നടുവിലാണെങ്കിലും അതൊന്നും അദ്ദേഹത്തെ തെല്ലും ബാധിച്ചിട്ടില്ല. മനസ്സുകൊണ്ട് ഇതിൻ്റെയൊക്കെ സ്വഭാവത്തെ അറിഞ്ഞ് ഇരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ ഈ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യത്തെ വിചാരം ചെയ്തറിഞ്ഞ് പ്രപഞ്ചവുമായി ബാധിക്കപ്പെടാതെ, മനസ്സാ ബാധിക്കപ്പെടാതെ നിൽക്കാൻ കഴിയുമെങ്കിൽ ഒന്നിനെയും ഉപേക്ഷിക്കേണ്ടതില്ല. അവിടെ പരമമായ സുഖം അനുഭവിക്കാം. അവനാകുന്നു ജീവൻ മുക്തൻ. ഇവിടെ മുക്തനാര് ബദ്ധനാര് എന്നാ ചോദിച്ചത്. ആരാ മുക്തൻ? സ്വന്തം വിചാരശേഷിയെ വേണ്ടും വണ്ണം ഉപയോഗിച്ച് ഈ പ്രപഞ്ചം അനിത്യമാണെന്ന് വിചാരം ചെയ്തറിഞ്ഞ് ഈ അനിത്യമായ പ്രപഞ്ചത്തിന് ആധാരം, അടിസ്ഥാനം നിത്യമായ ബോധചൈതന്യമാണ്, ഭഗവത് ചൈതന്യമാണ്. എന്നിലൂടെ ഞാനായി പ്രകാശിക്കുന്നത്, എന്തിൻ്റെയും അസ്തിത്വമായി പ്രകാശിക്കുന്നത് ആ ചൈതന്യമാണ്. അതുമാത്രമാണ് സത്യം എന്നറിഞ്ഞ് ആ സത്യത്തിൽ ആ സത്യത്തിൽ നിലനിൽക്കുക. അപ്പോൾ പ്രപഞ്ചത്തിന്റെ അനിത്യത ബോധിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചവുമായിട്ട് ബാധിക്കപ്പെടില്ല. പ്രപഞ്ചത്തിൽ നിൽക്കുമ്പോഴും പ്രപഞ്ചത്താൽ ബാധിക്കപ്പെടുന്നില്ല. ശരീരത്തിൽ നിൽക്കുമ്പോഴും ശരീരത്താൽ ബാധിക്കപ്പെടുന്നില്ല. ദേഹസ്ഥോബി ന ദേഹസ്ഥ വിദ്വാൻ സ്വപ്നാൽ യഥോദ്ധിത അദേഹസ്ഥോബി ദേഹസ്ഥ കുമതി സ്വപ്നദൃഗ്യഥ. ഭഗവാനോട് പറയും, ദേഹസ്ഥ അഭി ന ദേഹസ്ഥ. ഈ മുക്തനെ സംബന്ധിച്ചിടത്തോളം അയാൾ ദേഹസ്ഥൻ ആണ്, ദേഹത്തിൽ ആണ് നിലകൊള്ളുന്നത്. ശരീരമുണ്ട് അയാൾക്ക്. എന്നാൽ ന ദേഹസ്ഥ, അയാളെ ശരീരം ബാധിക്കുന്നില്ല. ശരീരത്തിൽ നിൽക്കുമ്പോഴും അയാൾ ശരീരത്താൽ ബാധിക്കപ്പെടുന്നില്ല. അത് സാധ്യമാകുമോ? അതാ പിന്നെ സംശയം. ഇതിപ്പം ഉപനിഷത്തുകളിലൂടെയും ആചാര്യന്മാരിലൂടെയൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. ശരീരം ഞാനല്ല, ആത്മാവാണ് ഞാൻ, ശരീരത്തെ ബാധിക്കുന്നത് എന്നെ ബാധിക്കുന്നില്ല. ഇതൊക്കെ കേൾക്കാൻ രസമുണ്ടെന്നല്ലാതെ എൻ്റെ അനുഭവത്തിൽ ഇതൊന്നും വരുന്നില്ലല്ലോ. എൻ്റെ ശരീരത്തിനെ ബാധിക്കുന്നതൊക്കെ ഇന്ന് എന്നെ ബാധിക്കുന്നുണ്ട്. എനിക്ക് തലവേദന വരുമ്പം എൻ്റെ ശരീരത്തിനാണ് വേദന എന്ന് വിചാരിച്ചിട്ട് ഇരിക്കാനാവുന്നില്ല. തലവേദന എന്നെ ബാധിക്കുന്നുണ്ട്, ഈ വേദനകളൊക്കെ എന്നെ ബാധിക്കുന്നുണ്ട്. അപ്പം ഇത് സാധ്യമാണോ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ സാധ്യമാണ്. നമ്മളുടെ അനുഭവങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുക. ഈ ശരീരം നമ്മെ ബാധിക്കുന്നു എപ്പോൾ മാത്രം? ശരീരത്തിൽ തീവ്രമായ അഭിമാനം വെച്ച് പുലർത്തുമ്പോൾ മാത്രം. ഈ ശരീരത്തിൽ നമ്മുടെ ശ്രദ്ധ തീവ്രമായി നിൽക്കുമ്പോൾ മാത്രമാണ് ശരീരം നമ്മെ ബാധിക്കുന്നത്. ഈ ശരീരത്തിൽ നിന്ന് ശ്രദ്ധ മാറിയാൽ ശരീരം നമ്മെ ബാധിക്കുന്നില്ല. ഇടയ്ക്കൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്. മനസ്സിന് സന്തോഷകരമായ സാഹചര്യത്തിലിരിക്കുമ്പോൾ ശരീരവേദനകൾ മറന്നു പോവാറുണ്ട്, ഇല്ലേ? ഈ അടുത്ത കാലത്ത് പത്രത്തിൽ വന്നൊരു വാർത്ത പലരും വായിച്ചിട്ടുണ്ടാവും. അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിൽ ഒരാൾക്ക് ഒരു സർജറി നടത്തി. ആ സർജറി നടത്തിയത് അനസ്തേഷ്യ കൊടുക്കാതെയാണ്. അനസ്തേഷ്യ കൊടുക്കാൻ പറ്റില്ല, അയാളുടെ ആരോഗ്യസ്ഥിതി അനസ്തേഷ്യ കൊടുക്കാൻ അനുവദിക്കുന്നില്ല. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉണർന്നോളണമെന്നില്ല. അവിടെ ഡോക്ടർമാർ കുറെ ആലോചിച്ചു. ഇയാൾക്ക് അതും ഒരു മൈനർ സർജറി അല്ല, മേജർ സർജറിയാണ്. ഇത് ചെയ്യാതെ ഇയാൾ ജീവിക്കില്ല, ഇയാൾക്ക് അനസ്തേഷ്യ കൊടുക്കാനും ആവില്ല. അവരെന്ത് ചെയ്തു എന്നറിയോ? ഇദ്ദേഹത്തിന് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു സിനിമ ഇദ്ദേഹത്തെ കാണിച്ചു. അത് കണ്ടുകൊണ്ട് ഇദ്ദേഹം നിൽക്കുമ്പോൾ സർജറി നടത്തി എന്നാണ് അടുത്ത് വായിച്ചൊരു കാര്യമാണ്. അവിടെ എന്താ സംഭവിച്ചത്? ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയെ പൂർണ്ണമായി അവർ ഡൈവേർട്ട് ചെയ്തു, വേറൊരു വിഷയത്തിലേക്ക് അങ്ങ് മാറ്റി. മനസ്സ് മുഴുവനായിട്ട് അവിടെയായി. ഈ ശരീരത്തിൽ അവരവരുടെ പ്രവൃത്തി ചെയ്തു. ശരീരത്തിൽ ഈ കീറിയതും മുറിച്ചതും അദ്ദേഹം അറിഞ്ഞതേയില്ല. അപ്പം അടുത്ത കാലത്ത് നടന്ന കാര്യമാണ്, പത്രത്തിലൊക്കെ വന്ന വാർത്തയാണ്. ഇനി അത്രയൊന്നും ചിന്തിക്കേണ്ട. മ്യൂസിക് തെറാപ്പി കേട്ടിട്ടില്ലേ? ക്യാൻസർ പോലുള്ള അസഹനീയ വേദനയുള്ള അസുഖങ്ങൾ, ആ അസുഖങ്ങളിൽ നിന്നുള്ള ഒരു റിലീഫ് എന്നുള്ള രീതിയിലാണ് മ്യൂസിക് തെറാപ്പിയൊക്കെ നിർദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുക? ഈ മ്യൂസിക് തെറാപ്പിയിൽ പ്രധാനമായും സംഭവിക്കുന്നത് എന്താ? ശ്രദ്ധ, മനസ്സ് ഈ വേദനയുള്ളിടത്തു നിന്നും വേർപെടുകയും ആ സംഗീതത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് സാധിക്കുന്നുള്ളത് ഉറപ്പല്ലേ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം, ഏറ്റവും അധികം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം നമുക്ക് മുന്നിലുണ്ട്. എപ്പോഴും നമുക്കത് കഴിക്കാൻ പറ്റുമോ? അത് കഴിക്കാൻ അങ്ങ് തുനിഞ്ഞ സമയത്താണ് ഒരു ഫോൺ വരുന്നത്.
നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് മരിച്ചു എന്ന്. ചിലപ്പോൾ തലേ ദിവസം മുഴുവൻ ഉപവാസം എടുത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരിക്കും. ഈ വാർത്ത അങ്ങ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വറ്റ ഇറങ്ങുമോ? ഇല്ല. അവിടെ മനസ്സ് മുഴുവനായിട്ട് അങ്ങ് പോയി. അതോടുകൂടി ശരീരത്തിന്റെ വിശപ്പ് പോലും നമ്മെ ബാധിക്കാത്ത അവസ്ഥയായി. ഈ അനുഭവങ്ങളൊക്കെ കാണിക്കുന്നത് എന്താ? എപ്പോൾ നമ്മുടെ ശ്രദ്ധ തീവ്രമായി ഈ ശരീരത്തിൽ തന്നെ നിൽക്കുന്നോ അപ്പോൾ മാത്രമാണ് ശരീരാനുഭവം നമ്മെ ബാധിക്കുന്നത്. ഈ ശ്രദ്ധയെ ശരീരത്തിൽ നിന്നും വേർപെടുത്തിയാൽ ശരീരം നമ്മെ ബാധിക്കുന്നേയില്ല. അപ്പോൾ ശരീരത്തിൽ നിന്നും തീർത്തും ഭിന്നമായതും ശരീരത്താൽ ബാധിക്കപ്പെടാത്തതും ആയ ഒന്നാണ് ഞാൻ എന്നുള്ളത് വ്യക്തമല്ലേ? ആണ്. എളുപ്പമല്ല. കാരണം ഇത്രയും കാലം ശരീരത്തിൽ അഭിമാനിച്ചുകൊണ്ടാണ് നമ്മൾ നിലനിന്നത്. ഇപ്പോഴും അതെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ചിന്തിക്കുന്നതൊക്കെ ചുരുങ്ങിയ സമയം മാത്രം. കൂടുതൽ സമയം നമ്മൾ വ്യവഹരിക്കുന്നത് ലോകത്തിലാണ്, ലൗകിക സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ സംസ്കാരമാണ് കട്ട പിടിച്ചിട്ടുള്ളത്. എന്നാൽ അഭ്യാസത്തിലൂടെ നമുക്ക് ഈ അഭിമാനത്തെ കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. നിരന്തര അഭ്യാസത്തിലൂടെ, ആ തീവ്രമായ ഉപാസനയിലൂടെ ഈ ശരീരബോധത്തെ അതിക്രമിച്ചവരാണ് ആര്? മുക്തന്മാർ, അല്ലെങ്കിൽ ഋഷീശ്വരന്മാർ. അവര് ശരീരത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും തീർത്തും വേറിട്ടു. അപ്പോൾ ശരീരത്തിൽ നിൽക്കുമ്പോഴും അവർ ശരീരത്തിൽ നിൽക്കുന്നില്ല. ശരീരം അവരെ തെല്ലും ബാധിക്കുന്നില്ല. രമണ മഹർഷിക്ക് കയ്യിൽ ഒരു സർജറി വേണ്ടി വന്നു. അനസ്തേഷ്യ കൊടുക്കാൻ ഡോക്ടറെ ശ്രമിച്ച സമയത്ത്, ധരിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അതിൻ്റെ ശരീരമാണ് ബോധത്തെ ശരീരത്തിന് വേണ്ടിയിട്ട് കെടുത്തണ്ടെന്ന് പറഞ്ഞു എന്നാണ്. ബോധം അവിടെ നിന്നോട്ടെ, ശരീരം അങ്ങ് കീറിക്കോളും, മുറിച്ചോളും. എന്നിട്ട് അനസ്തേഷ്യ കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ കൈ സർജറി ചെയ്തു എന്നാണ് ഡോക്ടർ. രാമകൃഷ്ണ പരമഹംസർക്ക് കണ്ഠാർബുദം വന്നിട്ടുണ്ട് അവസാന കാലത്ത്. ആ കണ്ഠാർബുദം വന്ന സമയത്തും ചിലപ്പോൾ അദ്ദേഹം വേദനയൊക്കെ, ഈ ശരീരബോധം ഉണ്ടാവുന്ന ഇടയ്ക്കൊക്കെ വേദന സഹിക്കുക വയ്യാതെ കരയാറുണ്ട്. ചിലപ്പോഴോ ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് നൃത്തം വയ്ക്കാറുണ്ട്. മുന്നിലുള്ള ആൾക്കാർക്ക് ഗംഭീര ഉപദേശങ്ങൾ കൊടുക്കുന്നു. ഇത് തെല്ലും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. ഇതൊക്കെ കാണിക്കുന്നത് എന്താ? ഇത് സാധിക്കും എന്നാണ്. പക്ഷെ എളുപ്പമല്ല. എളുപ്പമാണെന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടില്ല. എളുപ്പമായി ഇതിങ്ങനെ ആവർത്തിച്ച് പറയേണ്ടതുമില്ല. നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യങ്ങൾ പുസ്തകത്തിൽ എഴുതി നിരന്തരം പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ ഒരു ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള മാർഗം സുഗമമാണെന്ന് ഒരു ഋഷിയും പറഞ്ഞിട്ടില്ല. തിരിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത എന്ന് പറഞ്ഞ് ക്ഷുരസ്യധാരാ നിശിതാദുരത്യയാ. എന്താ പറയുക? ഉണർന്നെണീക്കോ, ജാഗ്രതയോട് കൂടിയിരിക്കോ, സജ്ജനങ്ങളെ ആശ്രയിക്കോ, എന്നിട്ട് ഈ പഥത്തിലൂടെ സഞ്ചരിക്കൂ. ഈ ഒരു പാത ക്ഷുരകന്റെ കത്തി പോലെ നിശിതമാണ്, മൂർച്ചയേറിയതാണ്. എളുപ്പമല്ല. ഉന്നതങ്ങളായ ലക്ഷ്യങ്ങളിലേക്കുള്ള പാതകൾ അത്ര എളുപ്പമായി കൊള്ളുന്നില്ല. ആ പാതകളും ഈ പറഞ്ഞതുപോലെ ലേശം ക്ലേശകരമായിരിക്കും. ഇത് അത്യുന്നതമായ ലക്ഷ്യത്തെ പ്രാപിക്കുവാനുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെ സുഗമമാണെന്ന് കരുതണ്ട. നിരന്തരമായ ഉപാസനയിലൂടെ, സാധനയിലൂടെ ഈ തലത്തിലേക്ക് എത്താം. ശരീരത്തിൽ നിൽക്കുമ്പോഴും ശരീരത്താൽ ബാധിക്കപ്പെടാത്ത, പ്രപഞ്ചത്തിൽ നിൽക്കുമ്പോഴും പ്രപഞ്ചത്താൽ ബാധിക്കപ്പെടാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരാം എന്നർത്ഥം. അങ്ങനെ എത്തിച്ചേർന്ന ആൾ ആരാണോ അയാളാകുന്നു മുക്തൻ. ഇനി ബദ്ധനോ? അദേഹസ്ഥോപി ന ദേഹസ്ഥ കുമതി സ്വപ്നദൃഗ്യഥാ. ശരിക്കും താൻ ശരീരത്തിലല്ല നിൽക്കുന്നത്. നേരത്തെ നമ്മളത് പറഞ്ഞു. ഈ ശരീരത്തിലല്ല താൻ, ഈ ശരീരം താനല്ല. ശരീരത്തിൽ നിൽക്കുന്നുവെങ്കിലും ശരീരം താനല്ല. എന്നാലും ശരീരം താനാണെന്ന് അഭിമാനിക്കുന്നു. അങ്ങനെ അഭിമാനം ഈ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ശരീരം അദ്ദേഹത്തെ ബാധിക്കുന്നു. ഈ പ്രപഞ്ചം എന്നെ ബാധിക്കുന്നു എന്ന് അഭിമാനിക്കുന്നു. ആ സമയത്ത് പ്രപഞ്ചം ഇദ്ദേഹത്തെ ബാധിക്കുന്നു. ഇങ്ങനെ ഈ ശരീരവും പ്രപഞ്ചവും ഇദ്ദേഹത്തിൽ അനുഭവങ്ങളെങ്ങനെ മാറി മാറി ഉണ്ടാക്കുന്നു. ഈ ജഗത്ത് എന്ന് വെച്ചാൽ ജവേന ഗച്ഛതി ഇത് ജഗത്ത് എന്നാണ്. വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജഗത്ത്. ഈ ജഗത്തിന്റെ സ്വഭാവം നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു എന്നുള്ളതാണ്. നിരന്തരം മാറിക്കൊണ്ടിരിക്കും. ചലനാത്മകമാണ് ജഗത്ത്. ഈ ചലനാത്മകമായ ജഗത്തിനാൽ ബാധിക്കപ്പെടുന്നവന്റെ മനസ്സും ചലനാത്മകമായിരിക്കും. ഒരിടത്ത് അത് അടങ്ങിയിരിക്കില്ല. തീർത്തും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവിടെ അസ്വസ്ഥത പെരുകി വരും എന്നർത്ഥം. പിന്നെ ഇന്ദ്രിയാർത്ഥേഷു ഗുണൈരപി ഗുണേഷു ച ഗൃഹ്യമാണേഷു അഹങ്കുര്യാൽ ന വിദ്വാൻ യസ്തു അവിക്രിയ. ഇവിടെ മുക്തൻ ഇന്ദ്രിയങ്ങൾ ഗുണങ്ങളെ
ഗുണങ്ങൾ വഴി വിഷയങ്ങളിലേക്ക് പോകുന്നു. നമ്മുടെ മനസ്സിലുള്ള ഗുണങ്ങൾ, 3 ഗുണങ്ങൾ, ഏത് ഗുണമാണോ മുന്നിട്ട് നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള സ്വഭാവം ആണ് ഉണ്ടാവുക. ഈ ഗുണം ഇന്ദ്രിയങ്ങളെ ആ ഗുണത്തിനനുസൃതമായ വിഷയത്തിലേക്ക് കൊണ്ടുപോകും. ഈ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങൾ അനുഭവിക്കുമ്പോൾ ആ വിഷയങ്ങളിൽ നിന്നും അതിനനുസൃതമായ സംസ്കാരം നമ്മുടെ മനസ്സിലേക്ക് പതിയും. ഇത് അവിടെ മാത്രം നിൽക്കുന്നു. ആരെ സംബന്ധിച്ചിടത്തോളം? മുക്തനെ സംബന്ധിച്ചിടത്തോളം തന്നിലേക്ക് വരുന്നില്ല. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും വിഷയങ്ങളുടെയും സന്നികർഷം, അതുമൂലമുണ്ടാവുന്ന സംസ്കാരം, അതൊക്കെ അവിടെ മാത്രം. ഞാൻ ഇതിൽ നിന്നും ഭിന്നമാണ്, ഞാൻ പ്രപഞ്ചമല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ഇതിനൊക്കെ അപ്പുറത്തുള്ള ആത്മബോധമാണ് എന്ന തലത്തിൽ നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ആ ബോധം, ആ ഒരു ചിന്ത നമ്മളും വളർത്തിയെടുക്കണം. ആധ്യാത്മിക പദത്തിലേക്ക് വരുമ്പോൾ പ്രാഥമിക തലത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശക്തമായ അപകർഷതാബോധം ഇടയ്ക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. സാധകന്മാരൊക്കെ, എത്രയെത്രയോ സാധകന്മാർ അവരുടെ അനുഭവങ്ങൾ വർണ്ണിച്ചെടുത്ത് നമുക്ക് കാണാം. നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും നമുക്ക് ചിലപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഈ തനി ലൗകിക തലത്തിൽ നിന്ന് ഒന്നിങ്ങ് വേറിട്ടു, ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു, കൂടുതൽ പ്രഭാഷണങ്ങൾ കേട്ടു. അപ്പൊ നമ്മളുടെ ഉള്ളിലെ മോറൽ സൈഡ് ഉണ്ട്, അത് അങ്ങ് വർദ്ധിച്ചു വരും. അപ്പൊ ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്, ഇന്ന വഴിയിലൂടെ സഞ്ചരിക്കണം. അവിടെ വിധി പ്രതിഷേധം നമുക്ക് ബോധ്യമായിട്ട് വരും. ഇന്നതൊക്കെ ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്. ആ വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് വലിയ ആഗ്രഹം ഉള്ളിലുണ്ടാവും. പക്ഷേ ഇത് ഒരു ഭാഗത്തുണ്ടാവുമ്പോൾ മറുഭാഗത്ത് ഒരടിസ്ഥാന മനുഷ്യൻ ആണ്. ആ മനുഷ്യന്റെ ശാരീരിക ചോദനകളുണ്ടാവും. അതോടൊപ്പം തന്നെ എത്രയോ ജന്മങ്ങളിലൂടെ സഞ്ചയിച്ചു കൊണ്ടുവന്ന വാസനകൾ ഉള്ളിലുണ്ടാവും. അനുകൂല സാഹചര്യങ്ങളിൽ ഈ വാസനകൾ പ്രവർത്തിക്കും. അപ്പോൾ പല അധമ വികാരങ്ങളും അധമ ചിന്തകളും ഉള്ളിലുണ്ടാവും. അവിടെ ഒരു മറുഭാഗമുണ്ടല്ലോ, നമ്മളുടെ ആ ഒരു മോറൽ സൈഡ്. ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെ കേട്ട് ഉപാസനയൊക്കെ ചെയ്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ വർദ്ധിച്ചു വരുന്നതായ ആ ആധ്യാത്മിക ഭാവം, ആ ആധ്യാത്മിക ഭാവവും ഈ വാസനയും തമ്മിൽ വല്ലാത്ത സംഘർഷം ഉണ്ടാവും. അപ്പോഴാണ് വല്ലാത്ത സങ്കടം വരിക. ഞാനിതാ ഭാഗവതം കേൾക്കുന്ന, ഈ ആധ്യാത്മിക പാതയിലൂടെ സഞ്ചരിക്കുന്ന, ഭാഗവതം വായിക്കുന്ന എന്നില് ഇങ്ങനെയുള്ള ചിന്ത ഉണ്ടായിപ്പോയല്ലോ, ഇങ്ങനെയുള്ള വിചാരം എൻ്റെ ഉള്ളിൽ ഉണ്ടായിപ്പോയല്ലോ. മനസ്സിനെ പലതിൽ നിന്നും വേർപെടുത്താൻ ആഗ്രഹിക്കുന്നു, സാധിക്കുന്നില്ല. അതിനെ നിഷേധിക്കുന്തോറും ആ സങ്കല്പം പെരുകി വരുന്നു. അത് കാണാൻ പാടില്ല എന്നുള്ള ധാരണ ഉള്ളിലുണ്ട്. പക്ഷെ മനസ്സ് അങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുപോകുന്നു. അത് കാണാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ചിന്തിക്കുമ്പം കൂടുതലായിട്ട് അത് കാണുന്നു. മനസ്സിന്റെ ഒരു സ്വഭാവമാണത്. നിഷേധാത്മകമായ സങ്കല്പത്തിനാണ് ശക്തി കൂടുക. നമ്മുടെ ഉള്ളിൽ നിന്നും ഒന്നിനെ ഇല്ലാതെയാക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതുമായിട്ട് യുദ്ധം ചെയ്യരുത്, ദയവ് ചെയ്തിട്ട്. എത്ര കണ്ട് അതുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യുന്നോ അത്ര കണ്ടത് ശക്തി കൂടി വരിക ചെയ്യുക. എത്ര കണ്ട് നമ്മൾ അതിനെ നിഷേധിക്കുന്നോ ആ സങ്കല്പം ശക്തി കൂടി വരിക ചെയ്യുക. എന്താ പിന്നെ വേണ്ടത്? ശാസ്ത്രീയമായ മാർഗം എന്താണ്? വേറൊന്നിലേക്ക് മനസ്സങ്ങ് ഉറപ്പിച്ചേക്കുക. നിഷേധിക്കുന്നതിനെ, ആ നിഷേധം എന്ന് പറഞ്ഞാൽ തന്നെ തീവ്രമാണ്. അത് വീണ്ടും മനസ്സ് അതിനെ തന്നെ ഓർമ്മിപ്പിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ തീരുമാനിക്കുകയാണ് ഈ സ്പീക്കറിന്റെ മുകളിലേക്ക് ഞാൻ നോക്കില്ല, നോക്കിയാൽ മോശമാണ്. എന്നിട്ട് ഞാൻ അതങ്ങ് ചിന്തിച്ചിട്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംശയിക്കേണ്ട, ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടാവും. മനസ്സ് അങ്ങോട്ടേക്ക് പോകും. കാരണം അത് കാണരുത് എന്നുള്ള സങ്കല്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ അത് തന്നെ എൻ്റെ മനസ്സിൽ. ഇത് കാണരുത് എന്ന ചിന്ത ഇല്ലായിരുന്നുവെങ്കിൽ ഇത്ര ഈ സാധനം എൻ്റെ ഉള്ളിലുണ്ടാവില്ല. ഇപ്പൊ ഒരു സുന്ദരിയായ പെൺകുട്ടി അങ്ങ് പോവുക. ഇപ്പൊ ഈ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ മനസ്സ് ചിലപ്പം ചഞ്ചലപ്പെട്ടേക്കാം. അവളെ കാണാൻ പാടില്ല, കണ്ണ് ഞാനങ്ങ് ചിമ്മി. എന്തായിരിക്കും ഉണ്ടാവും അവിടെ? മനസ്സിൽ എന്തായിരിക്കും? ആ പെൺകുട്ടിയായിരിക്കും. ഇപ്പം അവളിങ്ങനെ നടന്നു പോയിട്ടുണ്ടാവും, കുറച്ചുകൂടി ദൂരത്തെത്തിയിട്ടുണ്ടാവും, ലേശുകൂടി മുന്നോട്ട് പോയിട്ടുണ്ടാവും, ഇപ്പൊ ഇടത്തോടേക്ക് തിരിഞ്ഞിട്ടുണ്ടാവും, പിന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ടാവും. എന്നാ പിന്നെ കണ്ണങ്ങ് തുറന്ന് കണ്ടൂടെ? കണ്ണങ്ങ് തുറന്ന് കണ്ടു കഴിഞ്ഞാൽ അവളങ്ങ് പോയി കഴിയും അവിടെ. ഇത് കാണാതെ നിഷേധിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ സങ്കല്പം തീവ്രമാവുക.
കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാചരൻ. ഭഗവാൻ ഗീതയിൽ പറയും, കർമ്മേന്ദ്രിയങ്ങളെ ഇങ്ങനെ ബലപൂർവം വിഷയങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ ശ്രമിക്കുന്നവൻ മിഥ്യാചാരനാണെന്നാണ്. അപ്പോൾ ഈ ദൗർബല്യങ്ങളെ, അധമവികാരങ്ങളെയൊക്കെ ഉള്ളിൽ നിന്നും അകറ്റുവാനുള്ള വഴി എന്താ? അമൃതാനന്ദമയി ദേവി നല്ലൊരു ഉദാഹരണം പറയും. അമ്മ പറയുന്ന ഉദാഹരണം, ഒരു പാത്രത്തിൽ കുറച്ച് കലക്കുവെള്ളം ഉണ്ടെന്ന് കരുതുക. ആ കലക്കുവെള്ളത്തിലേക്ക് ശുദ്ധമായ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? കുറച്ച് കഴിഞ്ഞാൽ കലക്ക് കുറഞ്ഞു വരും, കലക്കില്ലാതെയാവും. ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഈ അധമവികാരങ്ങളെ, ലോകവാസനകളെ, ഇതുവരെ സഞ്ചയിച്ചു കൊണ്ടുവന്ന ലോകവാസനകളൊക്കെ ജയിക്കാനുള്ള മാർഗം എന്താ? ഇല്ലായ്മ ചെയ്യാനുള്ള മാർഗം എന്താ? സദ്വിചാരത്തെ വർദ്ധിപ്പിക്കുക, സച്ചിന്തകളെ വർദ്ധിപ്പിക്കുക, മനസ്സിനെ തീവ്രമായി വേറൊന്നിലേക്ക് ഉറപ്പിക്കുക. ഒരേ സമയത്ത് രണ്ട് വിഷയങ്ങളെ ഒരേപോലെ ചിന്തിക്കാനുള്ള കഴിവ് മനസ്സിനില്ല, മനുഷ്യ മനസ്സിനില്ല. അപ്പൊ ഒന്നിലേക്ക് പൂർണ്ണമായി മനസ്സ് പെട്ടുകഴിഞ്ഞാൽ മറ്റേത് തിരസ്കരിക്കപ്പെടും, അവഗണിക്കപ്പെടും. അതങ്ങ് അവഗണിക്കപ്പെട്ട് അങ്ങ് ഇല്ലാതെയിക്കോളും. നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ കയറി വന്നാൽ അയാളുമായിട്ട് ചണ്ട കൂടാൻ നിന്നാൽ ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ എന്ത് ഇങ്ങോട്ടൊക്കെ പറയും, അവിടെ ഒരു സംഘർഷം ഉണ്ടാവും. അയാളെ നമ്മൾ ഗൗനിക്കുന്നില്ല എന്ന് കരുതുക, അങ്ങ് പോയേക്കുക. കുറച്ച് കഴിഞ്ഞാൽ അയാൾ അങ്ങ് ഇറങ്ങിപ്പോവും. അപ്പോൾ ഇങ്ങനെയുള്ള സംഘർഷം വരുന്ന സമയത്ത്, ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ വരുന്ന സമയത്ത് ഉറപ്പിക്കുക. എന്തുറപ്പിക്കുക? ഞാൻ ഇന്ദ്രിയങ്ങളല്ല, ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സും അല്ല. ഇങ്ങനെ ചിന്തിച്ചു പോയല്ലോ ഞാൻ ചിന്തിക്കുന്നില്ല, ചിന്തിക്കുന്നത് മനസ്സാ. അത് ചിന്തിക്കും. കാരണം എത്ര കാലത്തെ സംസ്കാരം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, ചിന്തിക്കില്ലേ? എത്രയോ കാലങ്ങളായിട്ട് കൊണ്ടുവന്ന മനസ്സാണിത്. അവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, നമുക്കറിയില്ല. ഓരോരോ സാഹചര്യങ്ങളിൽ എത്തിപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ എൻ്റെ ഉള്ളിൽ വരുന്നുണ്ടെന്ന് തന്നെ അറിയാം. അപ്പോൾ മനസ്സിലൊരു ചിന്ത വന്നു നിന്നു പോയി, അത്ര തന്നെ. അതിനെ ഗൗനിക്കാതിരിക്കുക, ഞാൻ മനസ്സല്ല എന്ന് ഉറപ്പിക്കുക. അങ്ങനെ ഉറപ്പിക്കുന്നു ആര്? ഇന്ദ്രിയൈർ ഇന്ദ്രിയാർത്ഥേഷു ഗുണൈരപി ഗുണേഷു ച ഗൃഹ്യമാണേഷു അഹങ്കുര്യാൽ ന വിദ്വാൻ യസ്തു അവിക്രിയ. ഞാൻ അവിക്രിയമായ ആത്മബോധമാണ്. ഈ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഗുണങ്ങളൊക്കെ അതിന്റെ തലത്തിൽ പ്രവർത്തിക്കുന്നു, അതൊന്നും എന്നെ ബാധിക്കുന്നില്ല, അതൊക്കെ ശരീരസംഘാതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുറപ്പിച്ച് ഇതിനാലൊന്നും ബാധിക്കപ്പെടാതിരിക്കാൻ ആർക്ക് കഴിയുന്നോ അയാളാകുന്നു മുക്തൻ. മുണ്ടകോപനിഷത്തിലെ ഒരു കൽപ്പന അവിടെ പറഞ്ഞു, സുവർണാവേദോ സദൃശോ സഖായോ യദൃച്ഛയേതോ കൃതനീടോ ചവൃക്ഷേ ഏകസ്തയോ ഘാതതി പിപ്പലാന്നം അന്യോ നിരന്യോപി ബലേന ഭൂയാൻ. ഒരു വൃക്ഷം, ആ വൃക്ഷങ്ങളിൽ രണ്ട് ദ്വാ സുവർണോ സയുജാസഖായ എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രത്തിന്റെ ഒരു ശ്ലോക രൂപം, അതിൻ്റെ ഒരു പാഠഭേദമാണ് ഇവിടെ. ആശയം ഒന്ന് തന്നെയാണ്. ഒരു വൃക്ഷത്തിന് മുകളിൽ രണ്ട് പക്ഷികൾ. ആ വൃക്ഷത്തിൽ ധാരാളം ഫലങ്ങളുണ്ട്. അതിൽ ഒരു പക്ഷി ഈ ഫലങ്ങൾ തോറും, ഫലങ്ങൾ ഇങ്ങനെ കൊത്തുന്നു, കുറച്ച് കൊത്തി തിന്നും. അപ്പോഴേക്ക് അടുത്ത ഫലം കണ്ട് അതാണ് കേമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചാടും, പിന്നെ അത് കൊത്തി തിന്നും, പിന്നെ താഴത്തേക്ക് ചാടും, പിന്നെ അങ്ങോട്ട് ചാടും. ഇങ്ങനെ ഫലങ്ങൾക്ക് ചുറ്റും പാറി ചാടി നടന്ന് അസ്വസ്ഥത അനുഭവിക്കുകയാണ്. അസ്വസ്ഥത തന്നെയാണത്. എന്നാൽ മറ്റേ പക്ഷി രണ്ടുപേരും ഒരു ചില്ലയിലാണ് ഇരിക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചാടി പോയി പറന്ന് കുറച്ച് ക്ഷീണിച്ച് കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കും, പിന്നെയും ചാടിപ്പോവും. ഈ മറ്റേ പക്ഷിയാവട്ടെ, ഈ പക്ഷി ഇങ്ങനെ പരിഭ്രമിക്കുന്നത് കണ്ടുകൊണ്ട് ഈ ഫലങ്ങളെയൊന്നും ശ്രദ്ധിക്കാതെ, ഫലങ്ങൾ കാണുന്നുണ്ട് പക്ഷെ അതിലേക്ക് ശ്രദ്ധ പോവാതെ ശാന്തനായി തൻ്റെ കൊമ്പിലിരിക്കുന്നു. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഭ്രമിച്ച് പ്രാപഞ്ചിക വിഷയങ്ങൾക്ക് പിന്നിൽ അതെനിക്ക് സുഖം തരുന്നു എന്നുള്ള വിചാരത്തിന്റെ അടിസ്ഥാനത്തിൽ ബദ്ധൻ ഓടി നടക്കുമ്പോൾ, മുക്തൻ ആത്മാരാമനായി സുഖം പുറമേയുള്ള വിഷയത്തിലല്ല, എൻ്റെ ഉള്ളിലാണ്. പുറമെ സുഖിപ്പിക്കുന്ന ഒന്നുമില്ല. ഉണ്ടോ? ഭാഗവതം സുഖിപ്പിക്കുന്ന ഒന്നാണോ? ഇരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ പറയും ഭാഗവതം സുഖിപ്പിക്കുന്ന ഒന്നാണെന്ന്. വേറെ ചില ആൾക്കാരെ ഇവിടെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ 5 മിനിറ്റ് പോലും ഇവിടെ ഇരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ദുരിതം എന്ന് ശപിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ഭാഗവതം സുഖം നൽകുന്നുണ്ടോ? ഇല്ല. ഭാഗവതം സുഖവും നൽകുന്നില്ല, ദുഃഖവും നൽകുന്നില്ല. ഭാഗവതത്തെ സമീപിക്കുന്നയാളുടെ മാനസിക സംസ്കാരം എപ്രകാരമാണോ അതിനനുസരിച്ചിട്ട് ഭാഗവതം അനുഭവത്തെ നൽകുന്നു. ഭാഗവത സംസ്കാരമാണെങ്കിൽ, ഭാഗവതത്തിന് അനുകൂലമായ സംസ്കാരമാണെങ്കിൽ ഭാഗവതം സുഖം നൽകും, പ്രതികൂലമാണെങ്കിൽ ദുഃഖം നൽകും. അത്രമാത്രം. ഇപ്പൊ ലോകത്തിൽ സുഖം നൽകുന്നതുമില്ല, ദുഃഖം നൽകുന്നതുമില്ല. ഈ ബോധം ആർക്കുണ്ടാവുന്നു? മുക്തനുണ്ടാവുന്നു. ഈ ലോകത്താൽ ബാധിക്കപ്പെട്ടാൽ ലോകത്തിന്റെ സ്വഭാവം ഈ ബാധിക്കപ്പെടുന്നവനും ഉണ്ടാവും. നേരത്തെ പറഞ്ഞല്ലോ,
ചലനാത്മകമാണ് ജഗത്തെന്ന് വെച്ചാൽ. ഒരിക്കലൊരു സ്വസ്ഥത ഉണ്ടാവില്ല, ഇങ്ങനെ പരക്കം വാങ്ങി നടക്കും. നേരത്തെ പറഞ്ഞ പക്ഷിയെ പോലെ വിഷയങ്ങൾക്ക് പിന്നിൽ ഇങ്ങനെ ഓടി നടക്കും എന്നർത്ഥം. സ്വൈര്യം സമാധാനം ഉണ്ടാവില്ല. എന്നാൽ ആത്മാരാമനായ തന്നിൽ തന്നെയാണ് സുഖം എന്ന് സാക്ഷാത്കരിച്ച ജ്ഞാനിയാകട്ടെ മുക്തനാവട്ടെ ലോകത്തിന് സാക്ഷിയായിക്കൊണ്ട് ലോകത്താൽ ബാധിക്കപ്പെടാതെ നിൽക്കുന്നു. ലോകത്തിന്റെ സ്വഭാവം അറിയുമ്പോൾ ലോകത്തെ കാണുമ്പോഴും ലോകത്താൽ ബാധിക്കപ്പെടില്ല. ഏതുപോലെ എന്നാണെങ്കിൽ, ഇപ്പം മരുഭൂമിയിൽ മരുപ്പച്ച എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട്. പോയി കണ്ടവരെത്ര ഉണ്ടെന്നറിയില്ല, നമ്മളെന്തായാലും പോയി കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ടാവും എല്ലാവരും. എന്താ മരുപ്പച്ച എന്ന് വെച്ചാൽ, മരുഭൂമിയിൽ പോയാൽ കുറേ ദൂരത്ത് ഒരു പൊയ്കയുണ്ടെന്ന് തോന്നും. ദാഹിച്ച് വിഷമിക്കുന്ന സമയത്ത് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ നല്ലൊരു അരുവിയുണ്ട് എന്നങ്ങോട്ട് തോന്നും. എത്ര ദൂരം പോയി കഴിഞ്ഞാലും അവിടെ എത്തില്ല, അവിടെ അരുവിയില്ല നമുക്ക് തോന്നുക. ഈ തോന്നൽ മരുഭൂമിയിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാൾക്കും ഉണ്ടാവും, ആദ്യമായിട്ട് മരുഭൂമിയിൽ പോകുന്ന ഒരാൾക്കും ഉണ്ടാവും. ഇവിടെ ആദ്യം മരുഭൂമിയിൽ എത്തുന്ന ഒരാള് അവിടെ പൊയ്ക ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന് പിന്നിൽ ഓടും. ഇത് ഈ സത്യം അറിയുന്ന ഒരാളാവട്ടെ അത് ഭ്രമമാണ് എന്നറിഞ്ഞ് അതിന് പിന്നിൽ ഓടില്ല. രണ്ടുപേരും കാണുന്നുണ്ട്. ഇതാണ് മുക്തനും ബദ്ധനും തമ്മിലുള്ള വ്യത്യാസം. രണ്ടുപേരും ഒരേ പ്രപഞ്ചത്തിലാണ് നിൽക്കുന്നത്, ഒരേ വിഷയങ്ങൾ അവരനുഭവിക്കുന്നുണ്ട്. പക്ഷേ ബദ്ധൻ നേരത്തെ പറഞ്ഞതുപോലെ മരുപ്പച്ച കൊണ്ട് ഓടുന്നവനെ പോലെ പ്രപഞ്ചത്താൽ ഭ്രമിക്കപ്പെട്ടിട്ട് അസ്വസ്ഥനായി നടക്കുമ്പോൾ, മുക്തൻ ഇതിനാൽ ബാധിക്കപ്പെടാതെ ഇതിന് സാക്ഷിയായ ആത്മബോധമാണ് ഞാൻ എന്ന ആ ജ്ഞാനത്തിൽ അടിയുറച്ചു നിൽക്കുന്നു. ഏവം വിരക്ത ശയന ആസനാടന മജ്ജനെ ദർശന സ്പർശന ഘ്രാണ ഭോജന ശ്രവണാദിഷോ ന തഥാ ബധ്യതേ വിദ്വാൻ തത്ര തത്രാദയൻ ഗുണാൻ. ഇവിടെ ഇങ്ങനെ വിരക്തനായി, ഈ പ്രപഞ്ചം അനിത്യമാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ നിന്നും മനസ്സ് വേർപെടും. അതോടുകൂടി തന്നെ ഈ ശരീരത്തിൽ നിന്നും, ശരീരം എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ ഘടകം തന്നെയാണ്, പ്രാപഞ്ചിക വിഷയങ്ങളിൽ നിന്നും എന്ന് വെച്ചാൽ അതിൽ ശരീരം ഉൾപ്പെടും. ഈ ശരീരത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും അങ്ങ് വേറിട്ട് നിൽക്കുന്ന ഈ മുക്തനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തെ ബാധിക്കുന്നതൊന്നും ബാധിക്കുന്നില്ല. ശയന ആസനാടന മജ്ജനെ ദർശന സ്പർശന ഘ്രാണ ഭോജന ശ്രവണാദിഷു, ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ പ്രവർത്തികൾ, ഇന്ദ്രിയങ്ങൾ നൽകുന്ന അനുഭവങ്ങളൊക്കെ ശരീരത്തിൽ മാത്രം വന്നു ചേരുന്നു, ഇയാളെ ബാധിക്കുന്നേയില്ല. അപ്പൊ ശരീരത്താൽ ബാധിക്കപ്പെടാതെ, പ്രപഞ്ചത്താൽ ബാധിക്കപ്പെടാതെ പ്രകൃതിസ്ഥോപി അസംസക്ത യഥാഘം സവിത അനില എന്നാണ്. വായുവിനെ പോലെ, സൂര്യനെ പോലെ, ആകാശത്തെ പോലെ നിൽക്കാൻ മുക്തന് സാധിക്കുന്നു. വായു പല വിഷയങ്ങളുമായിട്ട് ചേരും, എന്നാൽ ഒന്നിനെയും വായു തൻ്റെതായി കൊണ്ടു നടക്കുന്നില്ല. ഇവിടെ ഒരു ചന്ദനത്തിരി വെച്ച് കഴിഞ്ഞാൽ ആ ചന്ദനത്തിരിയുടെ സുഗന്ധം വായുവായിട്ട് ചേരുന്നുണ്ട്. അപ്പം സുഗന്ധം ഉള്ള വായു, നല്ല സുഗന്ധം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിനെ വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് ആ സുഗന്ധത്തെയും പേറി നടക്കുവോ വായു? ഇല്ല. സാഹചര്യം മാറി വേറൊരു വൃത്തികെട്ട നാറ്റമുള്ളതാണ് അവിടെ ഉള്ളതെങ്കിൽ ഈ സുഗന്ധം ഉപേക്ഷിക്കപ്പെട്ടു, ആ ദുർഗന്ധം അങ്ങ് സ്വീകരിച്ചു. ഈ സുഗന്ധത്താലും ദുർഗന്ധത്താലും ഇങ്ങനെ മാറി മാറി ചേരുമ്പോഴും വായു രണ്ടിനാലും ബാധിക്കപ്പെടുന്നില്ല. നിർലേപത്വം എന്നുള്ളതാണ് വായുവിന്റെ ഗുണം. ഇവിടെ മുക്തനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൽ നല്ലതും തീയതുമായ എത്രയോ വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങളാലൊന്നും അദ്ദേഹം ബാധിക്കുന്നില്ല. അതൊക്കെയായിട്ട് ചേരുന്നുണ്ടാവും. ഇവിടെ വിഷയങ്ങളെ ശത്രുക്കളായിട്ട് കാണണ്ട, മനസ്സാണ് ശത്രു. വിഷയങ്ങളെ അനുഭവിക്കാതെ നമുക്ക് ശരീരം ഉണ്ടെങ്കിൽ വിഷയങ്ങൾ അനുഭവിക്കേണ്ടി വരും, കണ്ണുണ്ടെങ്കിൽ കാണേണ്ടി വരില്ലേ? കണ്ണിന് മുന്നിൽ പെട്ടാൽ ചീത്തതാണ്. കണ്ടതിന് ശേഷം കണ്ണ് ചിമ്മ, എന്തായാലും കണ്ടാലല്ലേ മനസ്സിലാവുള്ളത് ചീത്തതാണോ നല്ലതാണോ എന്നുള്ളത്. അല്ലാതെ കണ്ണ് പ്രത്യേകം നല്ലതിലേക്ക് മാത്രം കണ്ണിന് പോകാൻ പറ്റില്ല, മുന്നിൽ പെട്ട എന്തും കണ്ണ് കാണും. ചെവിയുടെ ആ പരിധിക്കുള്ളിൽ വരുന്ന ഏത് ശബ്ദവും ചെവി കേൾക്കും. അപ്പം വിഷയങ്ങളെ അനുഭവിച്ചാൽ അത് ബന്ധനത്തിന് കാരണമാവുമോ? ഏയ്, അനുഭവിക്കാതെ നമുക്ക് ജീവിക്കാനാവില്ല. ഇവിടെ വിഷയങ്ങളല്ല നമ്മെ ബന്ധിപ്പിക്കുന്നത്. കണ്ടു എന്ന് വെച്ചോ, കേട്ടു എന്ന് വെച്ചോ, രുചിച്ചു എന്ന് വെച്ചോ, സ്പർശിച്ചു എന്ന് വെച്ചോ അതൊന്നും നമ്മളെ ബന്ധിക്കുന്നില്ല. അതിനെ മനസ്സിലിട്ട് താലോലിക്കുമ്പോഴാണ് ബന്ധനം ഉണ്ടാവുന്നത്. പ്രസിദ്ധമായ കഥല്ലേ, ഒരു ശിഷ്യനും ഗുരുനാഥനും കൂടി ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. ഒരു പുഴയുടെ തീരത്തെത്തി. ആ പുഴയുടെ തീരത്ത് പുഴ കടക്കാൻ വിഷമിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ഈ ഗുരുനാഥൻ വേഗം പെൺകുട്ടിയെ തോളിലേക്ക് എടുത്തു വെച്ച് നീന്തി മറുകര കടത്തി കൊടുത്തു. ഇത് ശിഷ്യനൊട്ടും ബോധ്യായില്ല. എങ്ങനെയാ ബോധ്യാവുക?
എപ്പോഴും ഗുരുനാഥൻ എന്താ പറയാറ്? സ്ത്രീകളെ പറ്റിയുള്ള സ്മരണ പോലും ഉണ്ടാവരുത്, ചിന്തിക്കുക പോലും ചെയ്യരുത് എന്നാണ്. ഇങ്ങനെ പറയുന്ന ഗുരുനാഥൻ ഒരു സ്ത്രീയെ തോളിൽ വെച്ചിട്ട് നദി കടത്തി കൊടുക്കാന്ന് വെച്ചാൽ മോശമല്ലേ? ചോദിച്ചില്ലേ? ആദ്യം ചോദിച്ചില്ല. ഗുരുവിനോട് എങ്ങനെയാ ചോദിക്കാന്ന് പേടിച്ചിട്ട്. കുറച്ച് കഴിഞ്ഞിട്ട് സൗകര്യം കിട്ടുന്നില്ലേ ഇയാൾക്ക്, ചോദിക്കാതെ വയ്യ. ഇതിങ്ങനെ മനസ്സിലിട്ട് നടന്ന് അവസാനം ചോദിച്ചു, അല്ല ഗുരുനാഥ, അങ്ങ് ചെയ്തത് ശരിയായോ? അപ്പോഴേക്കും 4-5 കിലോമീറ്റർ നടന്നിട്ടുണ്ട് ഇങ്ങോട്ട്. അങ്ങ് ചെയ്തത് ശരിയായോ? എന്ത് ശരിയായോ? അല്ല, ആ പെൺകുട്ടിയെ എടുത്ത് തോളിൽ വെച്ചത് ശരിയായോ? അത് ശരി. നീ ഇപ്പോഴും താഴത്തിറക്കി വെച്ചില്ലേ അല്ലേ? ഇതേ ഉണ്ടായുള്ളൂ ഉത്തരം. നീ ഇപ്പോഴും താഴത്തിറക്കി വെച്ചില്ലേ? ഞാൻ അവിടെ ഇറക്കി വെച്ചു. നീ ഇപ്പോഴും മനസ്സിലിട്ട് അങ്ങനെ നടക്കുന്നു. ഇതാണ് പ്രശ്നം. വിഷയങ്ങളെ അനുഭവിക്കുന്നു എന്നുള്ളതല്ല, മനസ്സിൽ അതിനെ ഇട്ടങ്ങനെ താലോലിച്ച് അതിനനുകൂലമായി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അതില്ലാതെ ഞാൻ ഇല്ല, അത് എനിക്ക് വേണം. ഈ സങ്കല്പം കാമത്തെ ജനിപ്പിക്കുന്നതാണ്. അപ്പൊ സങ്കല്പിക്കാതിരിക്കുക. മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, അല്ലയോ കാമ, നിന്നെ ഞാൻ ജയിക്കും. എന്തുകൊണ്ട്? എനിക്കറിയാം, സങ്കല്പാൽ ത്വം ജായസേ, സങ്കല്പാൽ കില ജായസേ, നീ സങ്കല്പത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന്. ഞാൻ സങ്കല്പിക്കില്ല. ഒന്നിനെയും കൂടുതൽ നേരം എൻ്റെ മനസ്സിൽ നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈ പ്രസന്റിൽ അങ്ങ് നിൽക്കും. പ്രഭാഷണം നടത്തുന്ന സമയത്ത് ഞാൻ പ്രഭാഷണം നടത്തും. കഴിഞ്ഞു, തീർന്നു. ആ പ്രവൃത്തി അവിടെ അങ്ങ് അവസാനിക്കുന്നു. പിന്നെ അടുത്ത സാഹചര്യം എന്തെന്നിലേക്ക് എത്തിക്കുന്നോ അത് ചെയ്യുന്നു. കഴിഞ്ഞുപോയ പ്രഭാഷണം, അയ്യോ അത് മോശമായി പോയല്ലോ, ഞാൻ വിചാരിച്ചതുപോലെ പറയാൻ പറ്റിയല്ലോ, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് അതിനെ മനസ്സിൽ കൊണ്ടു നടക്കില്ല. ഇനി അടുത്ത പ്രഭാഷണം നന്നാവുമോ എന്ന് വിചാരിച്ച് അതിന് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കില്ല. ഈ നിമിഷം എന്തൊക്കെ വിഷയങ്ങൾ എന്നിലേക്ക് വരുന്നോ അത് വരുന്നു, അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു, അത് കഴിയുന്നു, അത് അപ്പോൾ തന്നെ പോവുകയും ചെയ്യുന്നു. ഒന്നിനെയും മനസ്സിൽ കൂടുതൽ നിൽക്കാൻ സമ്മതിക്കാതിരിക്കുക. നാളെയെക്കുറിച്ചുള്ള ചിന്തയും ഇന്നലെയെക്കുറിച്ചുള്ള ആകുലതയുമാണ് എല്ലാ അസ്വസ്ഥതയ്ക്കും കാരണം. ഈ രണ്ടിലും നമുക്കൊട്ട് കർത്തൃത്വമില്ല, നിയന്ത്രണമില്ല. ഒരു മുക്തനെ സംബന്ധിച്ചിടത്തോളം അതത് സമയങ്ങളിൽ തൻ്റെ ശരീരത്തിലേക്ക് തന്നിലേക്ക് വന്നു ചേരുന്ന വിഷയങ്ങളെ അയാൾ സ്വീകരിക്കുന്നുണ്ടാവും, അതിനനുസരിച്ചിട്ട് അയാൾ പ്രവൃത്തി ചെയ്യുന്നുണ്ടാവും, ലോകസംഗ്രഹാർത്ഥം ചിലപ്പോൾ ലോക നിയമങ്ങളെ പാലിക്കുന്നുണ്ടാവും. എന്നാൽ ഇതൊന്നും അയാളെ ആത്യന്തികമായിട്ട് ബാധിക്കുന്നില്ല. ന തഥാ ബുദ്ധ്യതേ വിദ്വാൻ തത്ര തത്രാദയൻ ഗുണാൻ. ഒരു തരത്തിലും അയാൾ ബാധിക്കപ്പെടുന്നില്ല, ബന്ധിക്കപ്പെടുന്നില്ല. ന സ്തുവീത ന നിന്ദേത കുർവത സാധ്വസാധുവ വദതോ ഗുണദോഷാഭ്യാം വർജിത സമദൃഗ്മുനി. നിന്ദയിലും സ്തുതിയിലും തുല്യമായിട്ട് നിൽക്കാൻ ഈ മുനിക്ക് കഴിയുന്നു. അയാൾ ഒന്നിനോട്ട് നിന്ദിക്കുന്നുമില്ല, സ്തുതിക്കുന്നുമില്ല. തന്നിലേക്ക് വന്നു ചേരുന്ന നിന്ദയെയും സ്തുതിയെയും ഒരുപോലെ, രണ്ടിനാലും ബാധിക്കപ്പെടാതെ, ഒരുപോലെ എന്ന് പറയും വയ്യ, സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. സുഖം സുഖവും ദുഃഖം ദുഃഖവുമാണ്. സുഖത്തിനാലും ദുഃഖത്തിനാലും ബാധിക്കപ്പെടാതിരിക്കുക. സുഖം ആയിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, നിന്ദയായിക്കോട്ടെ, സ്തുതി ആയിക്കോട്ടെ, സൽക്കാരമായിക്കോട്ടെ, തിരസ്കാരമായിക്കോട്ടെ, ഇതൊക്കെ ശരീരതലത്തിൽ മാത്രമാണ്. ഞാൻ അതിൽ നിന്നൊക്കെ ഭിന്നമായ ആത്മബോധമാണ്. ഇതെന്നെ ബാധിക്കുന്നു എന്ന് കരുതുമ്പോഴേ എന്തും എന്നെ ബാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരാൾ എൻ്റെ മുന്നിൽ ഇവിടെ വന്ന് കുറെ അങ്ങ് ചീത്ത പറഞ്ഞു എന്ന് കരുതുക. അയാൾ അവിടെ നിന്ന് പറഞ്ഞോട്ടെ, ആ പറയുന്നതൊന്നും എന്നിലേക്ക് ഒരു തരത്തിലും വന്നു ചേരുന്നില്ല. അയാൾ അയാളുടെ നാവുകൊണ്ട് പറയുന്നു, കുറച്ച് കഴിഞ്ഞ് പോകുന്നു. ഏത് തരത്തിൽ എന്നെ ബാധിക്കുന്നത്? മനസ്സുകൊണ്ട് ഇതെന്നെ ചീത്ത പറയുന്നതാണ്, എനിക്കിതിനെ കൊണ്ട് പല വിഷമങ്ങളുണ്ടാവും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അല്ലാതെ. ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ടൊരു രസകരമായൊരു കഥ ഉണ്ട്. ബുദ്ധന്റെ പ്രഭാഷണമൊക്കെ കേട്ടിട്ട് വലിയൊരു പണക്കാരന്റെ മകൻ സന്യസിച്ചു പോയി. ഇത് ഈ പണക്കാരന് വല്ലാത്ത ദേഷ്യത്തെ ഉണ്ടാക്കി. ഇയാൾ ഒരു ദിവസം ബുദ്ധൻ ശിഷ്യരോട് കൂടി ഇരിക്കുമ്പോൾ ബുദ്ധന്റെ അരികെ വന്നൊരു കുറേ ചീത്ത പറഞ്ഞു. ബുദ്ധൻ ഒന്നും പ്രതികരിച്ചില്ല. അത് കഴിഞ്ഞ് ഇദ്ദേഹം അങ്ങ് പോവുകയും ചെയ്തു. ഇദ്ദേഹം വീട്ടിലെത്തിയിട്ട് കുറച്ച് കഴിഞ്ഞ സമയത്ത് വല്ലാത്ത കുറ്റബോധം തോന്നി. താൻ ആ മഹാത്മാവിനെ, ബുദ്ധനെ കുറെ ചീത്ത പറഞ്ഞില്ലേ, തെറ്റായി പോയി ചെയ്തത്, ഒന്ന് പോയി മാപ്പ് പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട് വീണ്ടും വന്നിട്ട് ബുദ്ധനോട് പറഞ്ഞു, ഞാൻ കുറെ ചീത്ത പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, അങ്ങക്ക് വിഷമാവരുത്. എനിക്ക് വിഷമായിട്ടില്ലല്ലോ. അങ്ങക്ക് വിഷമായിട്ടില്ല, എന്തേ വിഷമാവാഞ്ഞത്? ഞാൻ അങ്ങേ കുറെ ചീത്ത പറഞ്ഞല്ലോ, എനിക്ക് വിഷമായിട്ടില്ല, എന്തുകൊണ്ടാ അത്? അങ്ങോട്ട് ബുദ്ധൻ പറഞ്ഞു, അങ്ങ് ഒരു കൈ നിറച്ച്, അല്ലെങ്കിൽ ഒരു കൈക്കുമ്പിളിൽ നിറച്ചിട്ട് സ്വർണ്ണ നാണയം എനിക്ക് കൊണ്ട് തന്നു എന്ന് കരുതുക. ഞാനത് വേണ്ടാന്ന് പറഞ്ഞു, ഞാനത് സ്വീകരിച്ചില്ല. ഇപ്പൊ ആരുടേതാണ് ആ സ്വർണ്ണ നാണയം? അങ്ങയുടെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നേരത്തെ ചീത്തയുണ്ടായതെന്നാണ്. അങ്ങ് കുറെ അവിടുന്ന് പറഞ്ഞു, അതൊക്കെ എന്നെ ബാധിക്കുന്നു, എന്നിൽ പല അനുഭവങ്ങളും ഉണ്ടാക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴല്ലേ എന്നെ ബാധിക്കുള്ളൂ. അതൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു അനുഭവമില്ല.
ഇതേപോലെ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്നത് എന്നിലേക്ക് വന്നു ചേരുന്നു, എന്നെ ബാധിക്കുന്നു എന്ന് ഞാൻ അഭിമാനിക്കുമ്പോൾ മാത്രമേ അതൊക്കെ എന്നെ ബാധിക്കുന്നു. അതില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം നിന്ദയും സ്തുതിയും സൽക്കാരവും പുരസ്കാരവും ഒക്കെ ഒരേപോലെയാണ്. ന ഗുര്യാത് ന വദേത് കിഞ്ചിൽ ന ധ്യായേത് സാധു അസാധുവാ. സാധുവായും അസാധുവായും ഒന്നും ഇദ്ദേഹം ചെയ്യുന്നില്ല, ചെയ്യാതിരിക്കുന്നില്ല. എന്നുവെച്ചാൽ ലോകസംഗ്രഹാർത്ഥം ചെയ്യുന്നുണ്ടാവും, എന്നാൽ ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുമ്പോഴേ ഇയാൾ ചെയ്യുന്നു എന്ന് പറയാൻ കഴിയുള്ളൂ. അയാൾ അങ്ങനെ അഭിമാനിക്കുന്നില്ല. അതുകൊണ്ട് പ്രവൃത്തി ചെയ്യുന്നു എന്നും പറയാം, പ്രവൃത്തി ചെയ്യില്ല എന്നും പറയാം. ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ള അഭിമാനത്തോടു കൂടിയിട്ട് ആ പ്രവൃത്തി ചെയ്യുന്നില്ല, ആ തലത്തിൽ അയാൾ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. എന്നാൽ ലോകസംഗ്രഹാർത്ഥം ശരീരത്തിലേക്ക് വന്നു ചേരുന്ന ഉത്തരവാദിത്തങ്ങൾ മുക്തൻ അനുഷ്ഠിക്കുന്നുണ്ടാവും, അപ്പോൾ അയാൾ ആ പ്രവൃത്തി ചെയ്യുന്നു എന്നും പറയാം. ഇങ്ങനെ ലോകത്തിൽ നിൽക്കുന്നു എന്നാൽ ലോകത്തിൽ നിൽക്കുന്നില്ല. പത്മപത്രം ഇവാംഭസ എന്ന് ഭഗവാൻ ഗീതയിൽ പറയും. താമരയുടെ ഇല നിൽക്കുന്നത് പോലെ, താമരയുടെ ഇല ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം, വെള്ളത്തിന്റെ മുകളിലാണ് നിൽക്കുക, ഒന്നോ ഉയർന്നു നിൽക്കും, എന്നാ വെള്ളത്തിലാണ്. വെള്ളത്തിനാൽ ബാധിക്കപ്പെടുന്നില്ല, എന്നാ വെള്ളത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതേപോലെ പ്രപഞ്ചത്താൽ ബാധിക്കപ്പെടുന്നില്ല, എന്നാ പ്രപഞ്ചത്തിലാണ് നിൽക്കുന്നത്. ചുറ്റുപാടുകളിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സംഭവിച്ചോട്ടെ, വന്നോട്ടെ, പോയിക്കോട്ടെ, നിന്നോട്ടെ, ഇതിനാലൊന്നും ബാധിക്കപ്പെടാതെ സ്വസ്ഥനായി പ്രശാന്തനായി ധീരനായിട്ട് നിൽക്കാൻ മുക്തന് കഴിയുന്നു. അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നവനാരോ അവനാകുന്നു മുക്തൻ. ഇങ്ങനെ മുക്തന്റെ ലക്ഷണങ്ങളെ അവിടെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞ ഉപദേശം വീണ്ടും തുടരുകയാണ്. ശബ്ദബ്രഹ്മണി നിഷ്ണാദ ന നിഷ്ണായാൽ പരേയതി ശ്രമസ്തസ്യ ശ്രമഫല ഹ്യധേനുമിവ രക്ഷതാം. അപ്പോൾ ഇങ്ങനെ ഈ വിചാരം ചെയ്ത് പരമമായ ജ്ഞാനത്തെ സാക്ഷാത്കരിച്ച് പ്രപഞ്ചത്താൽ ശരീരത്താൽ ബാധിക്കപ്പെടാതെ നിൽക്കുന്നവൻ ജീവൻ മുക്തനാണ്. അവൻ പരമമായ ആനന്ദത്തെ അനുഭവിക്കുന്നു. ഈ ഒരു ജ്ഞാനം അനുഭവതലത്തിൽ വരുന്നവനാണ് ജീവൻ മുക്തൻ. ഈ ഒരു ജ്ഞാനത്തിലേക്കാണ് അപ്പോൾ ശ്രദ്ധ വെക്കേണ്ടത്. ജ്ഞാനമാണ് പരമമായ ലക്ഷ്യം. ആ ജ്ഞാനത്തിലേക്ക് ശ്രദ്ധ വെക്കാതെ ശബ്ദബ്രഹ്മണി നിഷ്ണാദ. ചിലവരുണ്ട് ശബ്ദബ്രഹ്മത്തിൽ നിഷ്ണാതനാവുന്നു. എന്നുവെച്ചാൽ വേദങ്ങളെ പൊതുവെ രണ്ടായിട്ട് പറയും, കർമ്മകാന്ഡം ജ്ഞാനകാന്ഡം എന്നിങ്ങനെ. മൂന്നായിട്ടും പറയാറുണ്ട്, കർമ്മകാന്ഡം ഉപാസനാകാന്ഡം ജ്ഞാനകാന്ഡം എന്നിങ്ങനെ. മൂന്നായിട്ട് പറയുന്നതിനെടുക്കുക. കർമ്മകാന്ഡം ഉപാസനാകാന്ഡം എന്ന് പറയുന്നത് യാഗങ്ങൾ, യജ്ഞങ്ങൾ, ആ യാഗയജ്ഞങ്ങളൊക്കെ വിധിച്ചിട്ടുള്ള ഭാഗങ്ങൾ കർമ്മകാന്ഡമാണ്. ഈ യാഗയജ്ഞങ്ങളിലൂടെ ദേവന്മാരെയൊക്കെ ഉപാസിക്കുവാനുള്ള മന്ത്രങ്ങൾ, സൂക്തങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള ഭാഗം ഉപാസനാകാന്ഡമാണ്. ഈ ജ്ഞാനകാന്ഡം ഉപാസനാകാന്ഡം എന്തിനായിട്ടാണ് വേദം വിധിച്ചത്? ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലബ്ധയേ എന്ന് ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറയും. ചിത്തശുദ്ധിക്കായാണ് എല്ലാ കർമ്മങ്ങളും ഇവിടെ വിധിച്ചിട്ടുള്ളത്. വസ്തുവിന്റെ ഉപലബ്ധിക്കല്ല. അവിടെ വസ്തു എന്ന് ഉദ്ദേശിക്കുന്നത് സത്യസാക്ഷാത്കാരമാണ്. വസ്തുസിദ്ധിർ വിചാരേണ. വസ്തുസിദ്ധി, സത്യസാക്ഷാത്കാരം തത്വവിചാരത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. കർമ്മം ചെയ്തൊരിക്കലും സത്യസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ കഴിയില്ല. കർമ്മം ചിത്തശുദ്ധിയെ നൽകും. ശുദ്ധമായ ചിത്തത്തെ കൊണ്ട് തീവ്രമായി ഈ സത്യത്തെ വിചാരം ചെയ്യുമ്പോൾ വസ്തുസിദ്ധിർ വിചാരേണ, ആ വിചാരം വസ്തുസിദ്ധിക്ക് കാരണമാവുന്നു എന്നാണ്. അപ്പോൾ ഈ വേദങ്ങൾ വിധിച്ചിട്ടുള്ള യാഗങ്ങളെ, യജ്ഞങ്ങളെ, ഉപാസനകളെയൊക്കെ മാർഗമായി കണ്ട് ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ച് ചിത്തശുദ്ധിയെ ആർജിച്ച് വേദത്തിലെ ജ്ഞാനകാന്ഡമായി അറിയപ്പെടുന്ന വേദാന്തത്തിലേക്ക് സഞ്ചരിക്കണം. എന്നാൽ അങ്ങനെ അല്ലാത്തവരുണ്ട്. ഈ കർമ്മകാന്ഡത്തെ തന്നെ ലക്ഷ്യമായിട്ട് കരുതുന്നവര്. യാഗങ്ങൾ, യജ്ഞങ്ങളൊക്കെ ചെയ്താൽ ഉപരി ലോകങ്ങളിൽ പോയിട്ട് സുഖം അനുഭവിക്കാം എന്ന് വിചാരിച്ചിട്ട് പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർ, അവരാണ് ശബ്ദബ്രഹ്മത്തിൽ നിഷ്ണാതരായിട്ടുള്ളവരെന്നാണ്. കർമ്മകാന്ഡത്തിൽ, ഉപാസനാകാന്ഡത്തിൽ ഭ്രമിച്ചവര് നിഷ്ണായാൽ പരേയതി, പരമമായ ആ ജ്ഞാനകാന്ഡത്തിൽ, ഉപനിഷത്തിൽ, വേദാന്തത്തിൽ ശ്രദ്ധ ഇല്ലാത്തവർ, അവരുടെ ശ്രമമൊക്കെ ഏതുപോലെയാ? ഹ്യധേനും ഇവ രക്ഷത ശ്രമസ്തസ്യ ശ്രമഫല അധേനും ഇവ രക്ഷത എന്നാണ്. അവിടെ ഗാം ദുഗ്ധദോഹാം അസതീം ച ഭാര്യാം ദേഹം പരാധീന വിസ്തരിച്ച് പറയും. ദുഗ്ധദോഹാം അസതീം ച ഭാര്യാം, ഇവരുടെ ഉപാസനകൾ ഏതൊക്കെ പോലെയാ? കറവല്ലാത്ത പശുവിനെ പോറ്റുന്നത് പോലെയാണ്. പറഞ്ഞാൽ കേൾക്കാത്ത ഭാര്യയുടെ കൂടെ നിൽക്കുന്നത് പോലെയാണ്. ഇതിനെ കൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവില്ല. പശുവിന് കറവല്ല, പിന്നെ അതിനെ പോറ്റിട്ട് എന്താ കാര്യം?
ഭാര്യ ഒരു സാധനം പറഞ്ഞാൽ കേൾക്കില്ല. അങ്ങനെയുള്ളൊരു ഭാര്യ ഉള്ളതുകൊണ്ട് എന്താ കാര്യം? ദേഹം പരാധീനം, ശരീരം ഉണ്ട്, പക്ഷേ വേറെ രണ്ടാൾക്കാർ വരണം ഈ ശരീരത്തെ കൊണ്ട് നടക്കണമെങ്കിൽ. ഇങ്ങനെ ഒരു ശരീരം കിട്ടിയിട്ട് കാര്യമുണ്ടോ? അസത് പ്രജാംച, നല്ല മക്കളാ, മക്കൾ ധാരാളമുണ്ട്, നല്ല മക്കളെന്ന് പറയാൻ വയ്യ, 5-8 മക്കളുണ്ട്, ഒരൊറ്റയൊന്ന് പറഞ്ഞാൽ കേൾക്കില്ല. 8 മക്കളുണ്ടായിട്ട് കാര്യമുണ്ടോ? വിത്തം അതീർത്ഥീകൃതം അംഗവാചം ഹീനം മയാ രക്ഷതി ദുഃഖദുഃഖീ എന്നാണ്. ഇതുപോലെ ആണ് ഈ പരമമായ ലക്ഷ്യത്തെ മനസ്സിലാക്കാതെയുള്ള ഉപാസന. വേദത്തിലെ ജ്ഞാനകാന്ഡമാണ് ലക്ഷ്യം എന്നറിയാതെ ഈ കർമ്മങ്ങളൊക്കെ നിരവധി അനുഷ്ഠിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ഈ കർമാനുഷ്ഠാനം പറഞ്ഞാൽ കേൾക്കാത്ത ഭാര്യയെ പോറ്റുന്നത് പോലെയും കറവല്ലാത്ത പശുവിനെ പോറ്റുന്നത് പോലെയും നിഷ്ഫലമാണ്. അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും ലക്ഷ്യം, എല്ലാ ഉപാസനകളുടെയും സാധനകളുടെയും ഒക്കെ ലക്ഷ്യം ഈ പരമജ്ഞാനത്തെ സാക്ഷാത്കരിക്കലാണെന്നറിഞ്ഞ്, വേദാന്ത സത്യത്തെ സാക്ഷാത്കരിക്കലാണെന്നറിഞ്ഞ് അതിന് പരിശ്രമിക്കുക. ആ ജ്ഞാനം സാക്ഷാത്കൃതമാകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിനാലും ബാധിക്കപ്പെടാതെ ജീവൻ മുക്തനായി നിൽക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് എന്തു വേണം? യദ്യ അനീശോ ധാരയിതും മനോബ്രഹ്മണി നിശ്ചലം. മനസ്സ് ബ്രഹ്മത്തിൽ ഉറപ്പിച്ചു നിർത്തുക, ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തുക. ഈ മനസ്സിനെ ഭഗവാനിലേക്ക് ഉറപ്പിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ ആ ബുദ്ധിമുട്ട്. അത്യന്ത കലുഷിതമായ മാനസികാവസ്ഥയിൽ സ്ഥിരമായി മനസ്സ് ഉപാസനയിൽ ഉറച്ചു നിൽക്കില്ല. അവിടെ സ്ഥൂലങ്ങളായ ഉപാസനകളൊക്കെ ആവശ്യം വരും, അതിസ്ഥൂലങ്ങളായ ഉപാസനകൾ ആവശ്യം വരും. സൂക്ഷ്മ ഉപാസനകളൊന്നും സാധിക്കില്ല. മൗനമായി നാമം ജപിക്കാതൊന്നും കഴിയില്ല, ധ്യാനിക്കുക സാധിക്കുകയില്ല. അപ്പോൾ എന്ത് വേണം? ശ്രദ്ധാലുർമേ കഥാശൃണ്ണൻ സുഭദ്രാ ലോകപാവനീയെ ഗായൻ അനുസ്മരൻ കർമ്മ ജന്മജ അഭിനയൻ മുഹു എന്നൊക്കെയാ. എൻ്റെ കഥകൾ കേൾക്കുക, എൻ്റെ കഥകൾ ഉറക്കെ പാടുക, എൻ്റെ കഥകളൊക്കെ അഭിനയിക്കുക, നൃത്തം വയ്ക്കുക, ഇതൊക്കെ അത്യന്ത സ്ഥൂലങ്ങളായ ഉപാസനകളാണെന്ന് അറിയണം. ഈ അത്യന്ത സ്ഥൂലങ്ങളായ ഉപാസനകൾ നിർദ്ദേശിച്ചിട്ടുള്ളത് അത്യന്ത കലുഷിതമായ മാനസികാവസ്ഥ ഉള്ള ആൾക്കാർക്കാണ്. അപ്പൊ ഉറക്ക നാമം ജപിക്കുക, താളവാദ്യങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട് ഭജന ചൊല്ലുക, നൃത്തം വെക്കുക, ഇങ്ങനെയുള്ള അന്തരീക്ഷം വന്നാൽ മാത്രമേ അവന്റെ മനസ്സ് ഭഗവാനിലേക്ക് ഉറക്കുള്ളൂ. വേറൊരു ശബ്ദം കേൾക്കാതെ ആവണം. കേൾക്കുന്നതൊക്കെ ഭഗവാന്റെ ശബ്ദം മാത്രമാവണം. അത്രയും ഉറക്ക കേൾക്കും വേണം. എന്നാൽ മാത്രമേ മനസ്സ് ഭഗവാനിലേക്ക് ഉറക്കൂ എന്നുള്ള താഴ്ന്ന തലത്തിലുള്ള മാനസികാവസ്ഥയുള്ള ആൾക്കാർ അങ്ങനെയുള്ള സ്ഥൂലങ്ങളായ ഉപാസനകളൊക്കെ ആശ്രയിക്കുക. ആ സ്ഥൂലോപാസനകളെ ആശ്രയിച്ച് വരുന്ന സമയത്ത് മനസ്സ് ശുദ്ധമായി വരും. കുറച്ചും കൂടി സൂക്ഷ്മങ്ങളായ ഉപാസനകളിലേക്ക് സഞ്ചരിച്ച് പോകാൻ സാധിക്കും. ഈ സ്ഥൂല ഉപാസനകളെ ആശ്രയിക്കുന്നതോടൊപ്പം തന്നെ സജ്ജനങ്ങളെ ആശ്രയിക്കുക. സത്സംഗലബ്ധയാ ഭക്തിയാ മയിമാം യ ഉപാസിത സവൈമേ ദർശിതം സദ്ഭി അഞ്ജസാവിന്ദദേവരം. അങ്ങനെ സത്സംഗത്തിലൂടെ സിദ്ധിക്കുന്ന ഭക്തിയോട് കൂടിയിട്ട് എന്നെ ആശ്രയിച്ചാൽ ഈ പറഞ്ഞതുപോലെ മനസ്സ് ശുദ്ധമാവും. ആ ശുദ്ധമായ മനസ്സോടുകൂടി തത്വവിചാരം ചെയ്യുമ്പോൾ തത്വജ്ഞാനം ഉള്ളിൽ പ്രകാശിക്കും. അപ്പോൾ ആരാണ് സജ്ജനങ്ങളെന്ന് ചോദിക്കുന്നു. ഇത് എത്രയോ പ്രാവശ്യം സജ്ജനങ്ങളുടെ ലക്ഷണം ഭാഗവതം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഭാഗം ചുരുക്കി പറഞ്ഞങ്ങ് പോകുന്നത്. അവിടെ കുറേ ലക്ഷണങ്ങൾ പറഞ്ഞു. കൃപാലു, അകൃതദ്രോഹ, തിദിക്ഷു, സർവദേഹിനാം, ലോകത്തിനോട് കൃപയുള്ളയാള്, ആരോടും ഒരു ദ്രോഹം ചെയ്യാത്തയാള്, സത്യത്തെ ജീവിതത്തിൽ മുറുക്ക പിടിക്കുന്നയാള്, സമദൃഷ്ടിയോടുകൂടി ലോകത്തിൽ സഞ്ചരിക്കുന്നയാള്, എന്തിലും ഭഗവാനെ കാണുന്നയാള്, ഇങ്ങനെയുള്ള ഒരു സജ്ജനങ്ങളാണ്. ഈ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാ? സ്വയം പരിശോധിക്കാൻ വേണ്ടിയിട്ടാ, മറ്റവനെ പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൂടി മനസ്സിലാക്കുക. തന്നിൽ ഈ ഗുണങ്ങളൊക്കെ എത്ര ഉണ്ട്, എത്ര ഇല്ല, എന്തൊക്കെ തന്നിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്തൊക്കെ ഇനി തന്നിൽ നിന്ന് ഇല്ലാതെയാക്കണം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ലക്ഷണങ്ങൾ പറഞ്ഞത്. അങ്ങനെ സജ്ജനങ്ങളുടെ ലക്ഷണങ്ങളെ അവിടെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആ സജ്ജനങ്ങളുടെ മഹത്വത്തെ അങ്ങക്ക് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. അതീവ രഹസ്യമായ സത്സംഗ മഹത്വത്തെ ഞാൻ പറഞ്ഞു തരാം എന്ന്. ഈ രഹസ്യം എന്ന് പറയുക, എന്നിട്ട് ഈ പുസ്തകത്തിൽ അച്ചടിച്ചിട്ട് വിതരണം ചെയ്യുക. ഇത് രണ്ടും കൂടി എങ്ങനെയാ ശരിയാവുക? ആധ്യാത്മിക ശാസ്ത്രത്തിൽ രഹസ്യം എന്ന് വെച്ചാൽ കേൾക്കാൻ പാടില്ലാത്തത് നല്ല അർത്ഥം, കേട്ടാലും മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ രഹസ്യം, ഗുഹ്യം എന്നൊക്കെ വിശേഷണങ്ങളോടുകൂടി പറയപ്പെട്ട ഭാഗത്തെ നല്ലോണം അവധാനതയോട് കൂടിയിട്ട് വിചാരം ചെയ്യണമെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണ് 11-ാമത്തെ അധ്യായം 12-ാമത്തെ അധ്യായത്തിന് വഴി മാറുന്നത്. അങ്ങക്ക് വളരെ രഹസ്യമായ സത്സംഗത്തിന്റെ മഹത്വത്തെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഇനി ആ സത്സംഗത്തിന്റെ മഹത്വത്തെയൊക്കെയാണ് 12 മുതൽക്കുള്ള അധ്യായങ്ങളിൽ പറയുന്നത്. ഇവിടെ ആ ബദ്ധമുക്ത വൈലക്ഷണ്യം, ബദ്ധമുക്ത ലക്ഷണം എന്ന ഈ ഒരു അധ്യായം അതിൻ്റെ ഒരു താല്പര്യത്തെ സാമാന്യേന നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്നും കേട്ടുപഠിച്ചത് അതൊരു മധ്യവർത്തി എന്നുള്ള രീതിയിൽ അങ്ങ്
പറഞ്ഞു. അത്രമാത്രം. അത് ഭഗവാന്റെ പാദങ്ങളിൽ, ഗുരുക്കന്മാരുടെ പാദങ്ങളിൽ മംഗളശ്ലോകങ്ങളോട് കൂടിയിട്ട് സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.